لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ മയ്യിത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയാൻ ആരംഭിച്ചത്. മയ്യിത്തിനെ ആദ്യം വുളുവിന്റെ ഭാഗങ്ങൾ കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു, ആദ്യം വുളു എടുപ്പിച്ചു കൊടുക്കും. വുളു എടുത്തു കഴിഞ്ഞാൽ അഥവാ കാല് വരെയും കഴുകി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ മുഴുവനായിട്ട് തന്നെ കുളിപ്പിക്കാൻ ആരംഭിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ജനാബത്ത് കുളിക്കുമ്പോൾ ആദ്യം വുളുവിന്റെ ഭാഗങ്ങൾ കഴുകി കഴിഞ്ഞാൽ, വുളു എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ശരീരഭാഗങ്ങൾ കഴുകുന്നത് പോലെ തന്നെ ഇവിടെയും ശരീരഭാഗങ്ങൾ കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യം തല കഴുകുന്നതായിരിക്കും, പിന്നീട് ശരീരത്തിന്റെ വലതു ഭാഗം കഴുകുന്നതായിരിക്കും, ശേഷം ശരീരത്തിന്റെ ഇടതു ഭാഗം കഴുകുന്നതായിരിക്കും. ചുരുക്കം. ആ കഴുകുന്ന സമയത്ത് അഴുക്കുകളും മറ്റുമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് സോപ്പ് പോലെയുള്ള വല്ല കാര്യവും ഉപയോഗിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഗ്സിലൂഹു ബിമാഇൻ വസിദ്ർ, നിങ്ങൾ വെള്ളം കൊണ്ടും സിദ്ർ കൊണ്ടും മയ്യിത്തിനെ കുളിപ്പിക്കുക എന്നാണ്. സിദ്ർ എന്ന് പറയുന്നത് ഇലന്ത മരത്തിന്റെ ഇല നമുക്ക് ലഭിക്കും. അത് പൊടിച്ചു കഴിഞ്ഞാൽ അത് പതയുള്ള രൂപത്തിലാക്കാൻ പറ്റും. അപ്പൊ അത് തന്നെ ഉപയോഗിക്കണം എന്നില്ല. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള സോപ്പോ അതല്ലെങ്കിൽ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബോഡി വാഷോ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ശരീരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കഴുകേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെയുള്ള അഴുക്കുകളും മറ്റുമൊക്കെ പൂർണ്ണമായി വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുളിയുടെ ലക്ഷ്യം തന്നെ ഒന്നതാണല്ലോ, അവിടെയുള്ള വൃത്തി ഉണ്ടാകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സുഗന്ധമുള്ള കാര്യങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ സുഗന്ധം ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ മുഹരിമായ ഇഹ്റാമിൽ പ്രവേശിച്ച, അവിടുന്ന് മരണപ്പെട്ട, ഇഹ്റാമിലായി മരണപ്പെട്ട ഒരു മയ്യിത്താണെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സുഗന്ധം ഉപയോഗിക്കാം. അത് പുരുഷനും ഉപയോഗിക്കാം, സ്ത്രീക്കും ഉപയോഗിക്കാം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ജീവിതകാലത്ത് സുഗന്ധം ഉപയോഗിച്ച് പുറത്തേക്ക് പോകുക എന്നുള്ളത് പാടില്ല. അത് പുരുഷന്മാരുടെ ഇടയിൽ പോകുക എന്നുള്ളത് പാടില്ല. എന്നാൽ മയ്യിത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമാണ്. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഈ രൂപത്തിലുള്ള സുഗന്ധമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ബിമാഇൻ വസിദ്ർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ കുളിപ്പിക്കുന്നതിന്റെ ചുരുക്ക രൂപം അത് ഇങ്ങനെയാണ്. ആദ്യം തലഭാഗം നന്നായി കഴുകി കൊടുക്കുക. അപ്പൊ തല അതിന് ആ സോപ്പ് പോലത്തെ സാധനം കൊണ്ട്, ഷാമ്പു അല്ലെങ്കിൽ അതേപോലത്തെ കൊണ്ട് തല നന്നായി അത് വൃത്തിയാക്കിയതിനു ശേഷം തല നന്നായി കഴുകി കൊടുക്കുക. തല നന്നായി കഴുകി കൊടുക്കുക. അപ്പൊ അതിൽ തല കഴുകുമ്പോൾ മുഖവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന രൂപത്തിൽ തന്നെ ആ തലഭാഗത്ത് എവിടെയും ഒരു അഴുക്കില്ലാത്ത രൂപത്തിൽ വൃത്തിയായി കഴുകി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് ശരീരത്തിന്റെ വലത്തുഭാഗം, നമ്മുടെ വലത്തെ കൈയുള്ള ഈ വലത്തുഭാഗമാണ് കഴുകേണ്ടത്. അപ്പൊ കഴുകുന്ന സമയത്ത് ആ വലത്തെ ഭാഗത്ത് ആളുകൾ നിന്നുകൊണ്ട് രണ്ടാളുകൾ അല്ലെങ്കിൽ ഒരാള് ഇടത്തെ ഭാഗത്ത് നിന്ന് അതിനെ കൃത്യമായി ഒരാൾ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് വലത്തെ ഭാഗത്തുള്ള ആൾ വലത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ആ ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരാൾ അപ്പുറത്തെ ഭാഗത്ത് നിന്നിട്ടോ മറ്റോ എന്ത് ചെയ്യാം, കൃത്യമായി അത് ചെയ്യുക. അത് എവിടെ നിൽക്കണം എന്നുള്ളതല്ല, അത് കൃത്യമായി ആ കാര്യം ചെയ്തു കൊടുക്കുക. അപ്പൊ അത് തല മുതൽ തുടങ്ങി നമ്മൾ ഷോൾഡർ മുതൽ തുടങ്ങിയാൽ കാല് വരെയുള്ള ആദ്യം മുൻഭാഗമാണ് കഴുകേണ്ടത്. അവിടെ ഈ പറഞ്ഞതുപോലെ സോപ്പും മറ്റുമൊക്കെ പതപ്പിച്ച് നല്ല വൃത്തിയായി മുൻഭാഗം കഴുകി കഴിഞ്ഞാൽ പിന്നീട് ആ മയ്യിത്തിനെ ഇടത്തുഭാഗത്തേക്ക് അല്പം ചെരിച്ചു കടത്തിയിട്ട് വലത്തുഭാഗത്ത് അതിന്റെ താഴ്ഭാഗവും കൂടി, മുതുകൊക്കെ ഉൾപ്പെടുന്ന താഴ്ഭാഗവും കൂടി എന്ത് ചെയ്യാം, അതേപോലെ കഴുകുക എന്നുള്ളതാണ്. അതായത് ഈ ഭാഗം ആദ്യം മേൽഭാഗം കഴുകി കഴിഞ്ഞാൽ പിന്നീട് ചെരിച്ച് കിടത്തി കഴിഞ്ഞാൽ അടിഭാഗം കൂടി എന്ത് ചെയ്യാൻ പറ്റും, കഴുകാൻ പറ്റും. അവിടെയൊക്കെ നമ്മൾ വൃത്തിയായി കഴുകുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ കുളിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ഇന്ന വെള്ളം എടുക്കുക എന്നുള്ളത് അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. പ്രത്യേക ഇന്ന സ്ഥലത്തുള്ള വെള്ളം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലുള്ള വെള്ളം എന്ന് പറയപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ചൂടുവെള്ളം വേണം അല്ലെങ്കിൽ തണുത്ത വെള്ളം വേണം, അങ്ങനെയില്ല. സാധാരണഗതിയിലുള്ള നമുക്ക് പൈപ്പിലുള്ള ഏതൊരു വെള്ളവും, നല്ല വെള്ളം, ശുദ്ധിയുള്ള നമുക്ക് കുളിക്ക് സ്വീകാര്യോഗ്യമാക്കത്തെ ശുദ്ധിയുള്ള വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ മുറിവോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ
അവിടെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാം. തണുത്ത വെള്ളം അവിടെ ഉപയോഗിക്കാം, അവിടെ രക്തം ഉറക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. നന്നായി രക്തം വരുന്നുണ്ടെങ്കിൽ ഐസോ മറ്റോ ഒക്കെ അവിടെ വെച്ചു കൊടുത്ത് ആ രക്തം ഇല്ലാതാക്കാൻ വേണ്ടി അത് ചെയ്യാവുന്നതാണ്. നന്നായി രക്തം വരുന്ന വല്ല ആവശ്യമുണ്ട്, വല്ല ആക്സിഡന്റ് പറ്റി മരിച്ചതാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവുണ്ട്, രക്തം പെട്ടെന്ന് ഉണങ്ങാത്ത തരത്തിലുള്ള ആളാണ്, അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ അവിടെ ഐസിന്റെ പാക്കറ്റോ അല്ലെങ്കിൽ ഐസോ ഒക്കെ മറ്റി വെച്ചിട്ട് ആ രക്തം അവിടെ നിർത്തിക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യണം. കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഇനി അങ്ങനെ തീരെ നിൽക്കുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് കുളിപ്പിച്ച് കഴിഞ്ഞ അവസാനം കഴുകി എന്തെങ്കിലുമൊക്കെ കോട്ടൺ വെച്ച് അവിടെ കെട്ടി കൊടുക്കാം. അത് തീരെ നിൽക്കാത്ത ഒരവസ്ഥ വരെയാണ് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് ഒരുവിധ കാര്യങ്ങളൊക്കെ ഐസോ മറ്റോ അല്ലെങ്കിൽ ഇവിടെ തണുത്ത വെള്ളമൊക്കെ വെച്ച് ചെയ്താൽ അത് ശരിയാകുന്നതായിരിക്കും. അതല്ല എങ്കിൽ സാധാരണഗതിയിൽ സാധാ വെള്ളം അത് തന്നെ മതി. കാരണം ചിലയിടത്ത് അത് ഇങ്ങനെ ചൂടാക്കണം, അത്ര ചൂട് വേണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയും. അതിനൊന്നും യാതൊരു തെളിവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ചൂടുവെള്ളം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക വെള്ളമൊന്നും ഇല്ലാതെ സാധാരണഗതിയിൽ തന്നെ മുൻഭാഗങ്ങൾ കഴുകുക. പിന്നെ താഴ്ഭാഗവും അതേപോലെ തന്നെ കഴുകുക. അപ്പൊ ഇടത്തു ഭാഗത്തേക്ക് ചെരിച്ചാൽ വലത്തു ഭാഗത്തിന്റെ പുറം ഭാഗം കിട്ടും. അപ്പൊ ഒരാൾ ചെരിച്ച് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾ ചെരിച്ച് പിടിക്കുമ്പോൾ മറ്റൊരാൾ എന്തായിരിക്കണം, അയാൾ കഴുകി കൊടുക്കുന്ന ആളായിരിക്കണം. അയാൾ തന്നെ ഒരാൾ ഉരച്ചു കൊടുക്കാനും കൂടി ഉണ്ടെങ്കിൽ, അതാണ് പറഞ്ഞത്, 3-4 ആളുകൾ അത്ര ആവശ്യമുള്ളൂ. 2 ആൾക്ക് പിടിക്കാനുണ്ടെങ്കിൽ ഒരാൾ സോപ്പ് കൊണ്ട് ഉരച്ചു കൊടുക്കും, മറ്റൊരാൾ മഗ് കൊണ്ട് വെള്ളം ഒഴിക്കുക. മഗ് കൊണ്ട് തന്നെ വേണമെന്നില്ല, നമ്മുടെ അടുത്ത് നല്ല വൃത്തിയുള്ള ഒരു ഷവർ പോലത്തെ പൈപ്പോ മറ്റോ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. തെറ്റുള്ള കാര്യമല്ല. നമ്മൾ സാധാരണ കുളിക്കുമ്പോൾ നമ്മൾ ഹാൻഡ് ഷവറൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെയും അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. തെറ്റുള്ള കാര്യമല്ല. നമുക്ക് നല്ല വൃത്തിയിൽ വെള്ളം അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മയ്യത്തിനെ പതിയെ കിടത്തും. ഇപ്പൊ മയ്യത്തിനെ എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ അത് പതിയെ ചെയ്യണം. അതായത് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു മയ്യത്തിന്റെ എല്ല് പൊട്ടുന്നത് അത് ജീവനുള്ള ഒരാളുടെ എല്ല് പൊട്ടുന്നതിന് തുല്യമാണ്. അത് ജീവനുള്ള ഒരാളുടെ എല്ല് പൊട്ടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അത് സാധാരണ നമ്മളൊരാളെ രോഗിയൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? കിടപ്പ് രോഗിയെ നമ്മൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും ചെയ്യില്ലല്ലോ. ആ പതിയെ രൂപത്തിലാണ് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെയാണ് മയ്യത്തിന്റെ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത്. ആ രൂപത്തിൽ അതിനെ ആദരിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒറ്റയായി അവസാനിപ്പിക്കാനാണ് കുളിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ 3, 5, 7 പ്രാവശ്യം ഒക്കെ കുളിപ്പിക്കുക എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റയിൽ അവസാനിപ്പിക്കാനാണ്. ഇപ്പൊ ഒരു 2 പ്രാവശ്യം കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ടുണ്ടെങ്കിൽ 3ാമതൊരു പ്രാവശ്യം കൂടി കഴുകുക. 4 പ്രാവശ്യം കഴുകി നല്ല വൃത്തിയായിട്ടുണ്ടെങ്കിൽ 5ാമതൊരു പ്രാവശ്യം കൂടി കഴുകുക. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഒരു 3 പ്രാവശ്യം നമ്മളത് കഴുകുക. നമ്മൾ ആദ്യം പറഞ്ഞു നിർബന്ധമായിട്ട് അത്രയേ ഉള്ളൂ, പൂർണ്ണമായും നനയുക എന്നുള്ളതേ ഉള്ളൂ. അതല്ല, നല്ല വൃത്തി ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം നന്നായി കഴുകി. അപ്പൊ ഈ 1 പ്രാവശ്യം കഴുകി അതേ രീതി തന്നെയാണ്, അതേ പ്രൊസീജിയർ തന്നെയാണ് 2ാമത്തെ പ്രാവശ്യം കഴുകും, മാറ്റില്ല. തലഭാഗം വീണ്ടും ഇതേപോലെ കഴുകുക, വലത്തെ ഭാഗത്ത് അങ്ങനെ കഴുകുക. അതായത് മുൻഭാഗത്ത് കഴുകുക, ചെരിച്ചു കിടത്തി പുറം ഭാഗം കഴുകുക, ഇടത്തെ ഭാഗത്ത് കഴുകുക. അപ്പൊ ഈ സമയത്ത് തന്നെയാണ് നമ്മൾ ഗുഹ്യ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഔറത്ത് ആ ഭാഗത്ത് നോക്കാതെ ആയിരിക്കണം, തുണിയുടെ അടിയിലൂടെ ആയിരിക്കണം ഒരാൾ തന്റെ ഇടത് കൈയോടെ മറ്റുമൊക്കെ അവിടെ സോപ്പും മറ്റുമൊക്കെ ആക്കി വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത്. ബാഹ്യമായുള്ള കാര്യങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത്, കയ്യിൽ മറ്റു ചുറ്റിയിട്ട് തുണിയോ മറ്റോ ചുറ്റിയിട്ടായിരിക്കണം അത് കഴുകി കൊടുക്കേണ്ടത്. അപ്പൊ ആ നിലക്ക് അത് വൃത്തിയാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ മയ്യത്തിന് പ്രത്യേകമായി മീശ വെട്ടുക, അല്ലെങ്കിൽ നഖം വെട്ടുക, അല്ലെങ്കിൽ കക്ഷരോമം വടിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഗുഹ്യ ഭാഗത്തുള്ള രോമം വടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. സാധാരണഗതിയിൽ നമ്മൾ കുളിക്കുമ്പോൾ ചെയ്യുന്ന വെള്ളം എത്താവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ 2ാമത്തെ പ്രാവശ്യം ഇതേപോലെ തല, വലതുഭാഗം, ഇടതുഭാഗം ഒക്കെ കഴുകി വൃത്തിയായാൽ പിന്നീട് നമുക്കത് ചിലപ്പോൾ അത് മതിയായതായിരിക്കും, അധിക കാര്യത്തിലും അത് മതിയായതായിരിക്കും. അപ്പോൾ 3ാമത് ഒരു കുളിപ്പിക്കൽ കൂടിയുണ്ട്. ആ 3ാമത്തെ കുളിപ്പിക്കൽ ഒരു പ്രത്യേകതയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വജഅൽന ഫിൽ ആഖിറതി കാഫൂറ, നിങ്ങൾ അവസാനത്തെ കുളിപ്പിക്കൽ അത് കർപ്പൂരം ഉപയോഗിച്ച വെള്ളം കൊണ്ട് കുളിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. കർപ്പൂരം നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു വെക്കണം. അപ്പൊ വെള്ളം അത് എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഹോസ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പമാണ്, നേരെ ഇങ്ങനെ കുളിപ്പിച്ചു പോകാം. അതല്ല എങ്കിൽ നമ്മൾ 3 പ്രാവശ്യം കുളിപ്പിക്കണമെങ്കിൽ ഒരു 3 ബക്കറ്റിൽ വെള്ളം എടുത്തു വെക്കുക. അപ്പൊ പുറത്തുനിന്ന് വല്ല വെള്ളം കൊണ്ടുവരേണ്ടതാണെങ്കിൽ, അതല്ല പൈപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൈപ്പ് നമുക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ ഓരോ ബക്കറ്റ് തന്നെ വീണ്ടും എടുത്താൽ മതി. പക്ഷെ അങ്ങനെ കുറെ നേരമായിട്ട് പതിയെ വെള്ളം വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം. ഒരു കുളിപ്പിച്ചിട്ട് പിന്നെ വെള്ളം വരാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. 3 ബക്കറ്റ് എടുത്തു വെക്കുക.
3 ബക്കറ്റിൽ നിറച്ച് വെള്ളം വെക്കുക, അല്ലെങ്കിൽ മഗ് വെച്ചിട്ട് ഒരു ബക്കറ്റിൽ കുളിപ്പിച്ചു, അടുത്ത ബക്കറ്റിൽ കുളിപ്പിച്ചു, അങ്ങനെ ചെയ്യാം, പ്രശ്നമല്ല. പിന്നെ ഈ കർപ്പൂരം കൊണ്ടുള്ള നമ്മൾ ആദ്യമേ തന്നെ ഒരു വെള്ളം അത് കലക്കി തയ്യാറാക്കി വെച്ചാൽ അന്നേരം നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അതിന്റെ ഇടയിൽ കർപ്പൂരം എടുത്തുകൊണ്ട് വരിക, അത് കലക്കുക, അങ്ങനെ പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു അവസാനത്തത് നമ്മൾ കർപ്പൂരം കൊണ്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ തന്നെ ഒരു ബക്കറ്റിൽ കർപ്പൂരം എടുത്ത് ഒന്ന് വെള്ളത്തിൽ ഇട്ടാൽ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന കാര്യം, അത് ഉപയോഗിച്ച് കഴുകുക. അതിന് പണ്ഡിതന്മാർ പറയുന്നത് 2 ഉപകാരം അതുകൊണ്ടുണ്ട്. ഒന്ന്, ഇതൊരു സുഗന്ധമാണ്, നല്ല മണം ഉണ്ടാവും, ശരീരത്തിൽ നല്ല മണം ഉണ്ടാകും. അതേപോലെ തന്നെ ശരീരത്തിലൊരു ബലം ഉണ്ടാകാൻ, അതൊരു ബലം ഉണ്ടാകാനും അത് മതിയാതാണ്, കെട്ടുറപ്പ് ഉണ്ടാകാനും ഈ കാഫൂർ കൊണ്ട്, കർപ്പൂരം കൊണ്ട് അത് നല്ലതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുക, അവസാനത്ത് കുളിപ്പിക്കൽ. അതിപ്പോ അവസാനത്ത് കുളിപ്പിക്കൽ അതുകൊണ്ടൊന്ന് നേരെ ഒഴിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നമ്മൾ അവിടെയും വീണ്ടും എന്ത് ചെയ്യേണ്ടതില്ല, ഉരച്ച് വൃത്തിയാക്കാൻ ഉണ്ടാവുക. കാരണം 2 പ്രാവശ്യം സിദർ കൊണ്ട് അല്ലെങ്കിൽ സോപ്പ് കൊണ്ട് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വൃത്തിയാവുക എന്നുള്ള കാര്യം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനം ഒന്ന് എല്ലാ ഭാഗത്തും നനയുന്ന രൂപത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ തലയിലും വലതുഭാഗത്തും പുറത്തും ഉള്ളിലും ഒക്കെ ആയിട്ട് ഇടതുഭാഗത്തും അങ്ങനെ തന്നെ എല്ലാ ഭാഗത്തും നനയുന്ന രൂപത്തിൽ ഈ കർപ്പൂരമുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കുളിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം. അത് കഴിഞ്ഞിട്ടുണ്ട്, കുളിപ്പിക്കുന്ന കാര്യം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കുളിപ്പിക്കുന്ന രീതിയൊക്കെ ഒരേപോലെയാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് മുടി ഉണ്ടാകും. മുടി അത് അഴിച്ചിട്ടിട്ട് അത് 3 മെടഞ്ഞ് കെട്ടുക എന്നുള്ളത് അത് വന്നിട്ടുള്ളൊരു കാര്യമാണ്. 3 മെടഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ വിഷയത്തിൽ. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, വളഫർന ശഅറഹാ 3 ഖുറൂൻ വഅൽഖൈനാഹാ ഖൽഫഹാ. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ മരിച്ചപ്പോൾ അവര് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, മുടി 3 മെടഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ്. 3 മെടഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ നേരെ പുറകിലേക്ക് വരുന്ന രൂപത്തിൽ, 2 ഭാഗത്തുനിന്ന് വരുന്ന രൂപത്തിൽ 3 മെടഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ടത് സാധാരണഗതിയിൽ ഒന്ന് ചീകി വെക്കുക. സാധാരണഗതിയിൽ ഒന്ന് ചീകി വെക്കുക. അപ്പൊ ചീകുമ്പോൾ മറ്റുമൊക്കെ മുടിയോ അങ്ങനെ മറ്റതൊക്കെ ഇളകി വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ കളയുകയാണ് വേണ്ടത്. അതല്ലാതെ കബറിനോടൊപ്പം കബറിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമല്ല. അങ്ങനെ വല്ല മുടിയോ മറ്റോ ഇളകി വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. അപ്പൊ ആ രൂപത്തിലാണ് സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു മാറ്റം ഉള്ളത്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ സ്ത്രീകളുടേതും പുരുഷന്റേതും ഒരുപോലെയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായി ഇങ്ങനെ ചെയ്യണം എന്ന് കുളിപ്പിക്കുന്ന വിഷയത്തിൽ വന്നിട്ടില്ല. ഇനി അത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു കർച്ചീഫോ തുണിയോ എടുത്തുകൊണ്ട്, വൃത്തിയുള്ളൊരു തുണി എടുത്തുകൊണ്ട് ശരീരം മുഴുവനും തുടച്ചു കൊടുക്കാം. തുടച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇപ്പൊ ഔറത്തിന്റെ ഭാഗത്ത് എന്തുണ്ട്, ഔറത്തിന്റെ ഭാഗത്ത് ഒരു തുണിയുണ്ട്. ആ തുണി എന്തായിരിക്കും, നനഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ നനഞ്ഞ തുണി മാറ്റിയിട്ട് മറ്റൊരു തുണി അതെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം ഉണങ്ങിയ തുണി മുകളിൽ 2 ആൾക്കാർ വെച്ച് പതിയെ നനഞ്ഞ തുണി വലിച്ചെടുക്കുക. പുറകിൽ നിന്ന് ഒരാൾ വലിച്ചെടുക്കുമ്പോഴേക്കും ഈ കട്ടിയുള്ള ഈ തുണി എന്ത് ചെയ്യണം, മുകളിലേക്ക് ഇട്ട് വെക്കണം. അത് താൽക്കാലികമാണ്. കാരണം നമ്മൾ ഇപ്പുറത്തേക്ക് ഇനി കഫം പുടവ ധരിപ്പിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ കൊണ്ടുവരുന്ന വരെയും എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് വെളിവാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെ താൽക്കാലികമായിട്ട് മറക്കാൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ തുണി തന്നെയൊക്കെ മതിയാകുന്നതാണ്. അതിൽ നജസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരത്തെ മൂടാൻ വേണ്ടി നല്ലൊരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ തുണിയൊക്കെ ഇവിടെ മതിയായതാണ്. അവിടെ എന്ത് ചെയ്യുക, ഒന്ന് മൂടി വെച്ച് ആ നനഞ്ഞ തുണിയൊക്കെ മാറ്റുക. ആ കട്ടിലൊക്കെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ അത്, അഥവാ ചിലപ്പോൾ നമുക്ക് അതേ കട്ടിലിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, കഫം പുടവ ധരിപ്പിക്കേണ്ടി വരും. മാറ്റി വേറെ കട്ടിലൊന്നും ഇല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ ഒറ്റ കട്ടിലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കഫം പുടവന്റെ തുണി വിരിക്കുന്നതിന് മുമ്പേ തന്നെ ആ കട്ടിൽ കൂടിയൊക്കെ എന്ത് ചെയ്യുക, നന്നായി തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെക്കുക. ഇതാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പൊ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മയ്യത്തിന്റെ കുളിപ്പിക്കുന്ന കാര്യം കഴിഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞത് സ്ത്രീകൾക്കും പുരുഷനും ഒക്കെ ഈ വിഷയത്തിൽ ഈ ഒരു കാര്യത്തിലല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ്. അതിനുശേഷം നമ്മൾ പിന്നീട് അടുത്ത ഘട്ടമാണ്. അപ്പൊ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, കഫം പുടവ ധരിപ്പിക്കുക എന്നാണ്. സിഫത്തുൽ കഫ്നി വത്തക്ഫീൻ സ്വഹീഹ, പണ്ഡിതന്മാർ അതിന് അധ്യായം അങ്ങനെയാണ് കൊടുത്തത്. എങ്ങനെയാണ് കഫം പുടവ ധരിപ്പിക്കേണ്ടത്, അതിന്റെ ശരിയായ രൂപം എന്താണ്. അതും ഈ പറഞ്ഞതുപോലെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിൽ ഒരു തുണി കൊണ്ട് മറച്ചു കഴിഞ്ഞാൽ അത് മതിയായതാണ്. ഒരാളിപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മതി. ശരീരം മുഴുവനും മറയുന്ന രൂപത്തിൽ കട്ടിയുള്ള, മറയുക എന്ന് പറഞ്ഞാൽ 2 കാര്യം. ഒന്ന്, ശരീരം മുഴുവൻ കാണാൻ പാടില്ല. ഉള്ളു നേലടിക്കുന്ന രൂപത്തിലുള്ള, ഔറത്തിന്റെ ഷേപ്പ് വ്യക്തമാകുന്ന രൂപത്തിലുള്ളതും ആകാൻ പാടില്ല. നമ്മൾ ഏതൊരു ഔറത്തിന്റെ വസ്ത്രം ധരിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. അപ്പൊ ആ രൂപത്തിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പൂർണ്ണമായ ഒരൊറ്റ തുണി ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ, അത് മതിയാതാണ്, അത് ശരിയായതാണ്. അയാളുടെ കഫം പുടവ ധരിപ്പിക്കുന്ന കാര്യം, കഫൻ ശരിയായിട്ടുണ്ട്, ഒറ്റ തുണി ഒരാൾക്ക് കിട്ടിയിട്ടുള്ളൂ, അത് പൂർണ്ണമായും മറച്ച് അയാൾക്ക് അങ്ങനെ തന്നെ മറമാടാവുന്നതാണ്.
എന്നാൽ അതിന്റെ പൂർണ്ണമായ രൂപം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില സുന്നത്തുകൾ കൂടിയുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് വെള്ള വസ്ത്രം ധരിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ വെള്ള വസ്ത്രം ധരിപ്പിക്കൽ സുന്നത്താണ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ അത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം, കാരണം അതിന് പ്രതിഫലമുണ്ട്. രണ്ട്, ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ വെള്ള വസ്ത്രം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെ കഫം പുടവ ധരിപ്പിക്കുന്ന പരിപാടി ശരിയായിട്ടില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം അത് ഷർത്താണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. വെള്ള ധരിപ്പിക്കൽ ഷർത്തല്ല, നിബന്ധന അല്ല, മറിച്ച് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് വെള്ള നിബന്ധന ആണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, അത് സുന്നത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, കുഫിന ഫീ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫിന ഫീ സലാസതി അത്വാബിൻ യമാനിയത്തിൻ ബീദിൻ സഹൂലിയത്തിൻ മിൻ കുർസുഫിൻ ലൈസ ഫീഹിന്ന ഖമീസുൻ വലാ ഇമാമ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യമനിൽ നിന്നും, സഹൂലിയ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ അവിടെ നിന്നും കൊണ്ടുവന്ന ഒരു പ്രത്യേക തരത്തിൽ നെയ്തെടുത്തൊരു തുണി, അങ്ങനത്തെ 3 തുണി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത് എന്ന് ഹദീസിലുണ്ട്. ലൈസ ഫീഹിന്ന ഖമീസ്, ഖമീസ് അവിടെ ധരിച്ചിരുന്ന നീളക്കുപ്പായം അതില്ല. വല ഇമാമ, തലയിൽ അവിടുന്ന് കെട്ടിയിരുന്നു, തലയിൽ കെട്ട് അറബികളൊന്നും ചെയ്തിരുന്നു. അപ്പൊ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നില്ല എന്നാണ്. അതും എന്ത് ചെയ്തിട്ടില്ല, കഫൻ പുടവ ധരിപ്പിച്ചില്ല. അപ്പൊ ആ വസ്ത്രത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റു വസ്ത്രങ്ങൾ, തൊപ്പിയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ തലപ്പാവോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ടതില്ല. മറിച്ച് ഈ 3 തുണിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്തിട്ടുള്ളത്, കഫൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി ഈ വെള്ള തുണിയാണ് എന്നുള്ളത് സുന്നത്താണെന്ന് കിട്ടി, അതേപോലെ 3 തുണി വേണം എന്നുള്ളത് സുന്നത്താണ് എന്നുള്ളത് കിട്ടി. അതേപോലെ മറ്റൊരു സുന്നത്താണ് ആ സൗബ് ഹിബറ എന്ന് പറയുന്ന ഒരു പ്രത്യേക വസ്ത്രമുണ്ട് യമനിൽ കൊണ്ടുവരുന്ന, അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. പണ്ഡിതന്മാർ അത് ഇതത്താലിക്ക് അത് കിട്ടുമെങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അത് കിട്ടിക്കോളണമെന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന ഏതൊരു കഫൻ തുണിയും നമുക്ക് മതിയായതാണ്. അപ്പൊ ആ കഫൻ തുണി എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമേ വാങ്ങി വെക്കണം. അതായത് നമ്മൾ ഈ കുളിപ്പിക്കുമ്പോൾ ശേഷമല്ല, നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ വാങ്ങി വെക്കും. അപ്പൊ അത് 9-10 മീറ്റർ ഒക്കെ ആയിട്ടുള്ള കഫൻ തുണി നമുക്ക് ലഭിച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 3 തുണിയാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോ നിലവിൽ അങ്ങനെ 3 തുണി കട്ട് ചെയ്തിട്ട് വരുന്നുണ്ടോ എന്ന് അറിയില്ല, ചിലപ്പോൾ അങ്ങനെ സാധ്യത ഉണ്ട് അല്ലെ, ചിലപ്പോൾ അങ്ങനെ ഫിറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ കിട്ടിയെന്നുണ്ടെങ്കിൽ അത് മതി. അതല്ല എങ്കിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ കട്ട് ചെയ്തെടുക്കുമ്പോൾ 3ഉം ഒരേ അളവിലാക്കുന്നതിന് പകരം ഒരു തുണി കുറച്ച് വലുതാക്കുന്നത് നല്ലതാണ്. അത് അതിൻ്റെതായ ഫായ്ദ ഉണ്ട്. ഒരു തുണി കുറച്ച് വലുതാക്കുന്നത്, ഇപ്പൊ ഒരു 10 മീറ്റർ നമ്മൾ വാങ്ങിയാൽ ഒരു 4 മീറ്ററും 2-3 മീറ്ററും വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് 3ആയിട്ട് എന്ത് ചെയ്യാം, അത് വെട്ടിയെടുക്കാം. അത് 3ആയി വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഒന്ന് പുകയിക്കേണ്ടതുണ്ട്, അതിനെ സുഗന്ധം കൊണ്ടൊന്ന് പുകയിക്കേണ്ടതുണ്ട്. ഇതും ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അജ്മർതുമുൽ മയ്യിത ഫഅജ്മിറൂഹു സലാസ, നിങ്ങൾ മയ്യിത്തിന്റെ പുകയിപ്പിക്കുന്ന സമയത്ത് അത് 3 പ്രാവശ്യം പുകയിക്കുക എന്നാണ്. അപ്പൊ ഈ കഫം പുടവ എന്ത് ചെയ്യുക, പുകയിക്കണമെങ്കിൽ എന്താ ചെയ്യണം, സാധാരണ വീട്ടിലൊക്കെ സുഗന്ധം പുകയിക്കാൻ ഇങ്ങനെയുള്ള പറയുന്ന എന്തെങ്കിലുമൊക്കെ കത്തിച്ചു വെക്കുമല്ലോ. അപ്പൊ ആ കത്തിച്ചു വെക്കുന്നതിന് മുകളിൽ ഇങ്ങനെ തുണി വിരിച്ചിടുക, എന്നിട്ട് അതിന് സുഗന്ധം ലഭിക്കുന്ന രൂപത്തിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുക എന്നുള്ളത് മുസ്തഹബായിട്ടുള്ള സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ മയ്യിത്തിനെ കിടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏതൊരു കട്ടിലിൽ വെച്ചാണോ നമ്മൾ കഫൻ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കട്ടിലിൽ ഈ തുണി വിരിച്ചു വെക്കുക. അപ്പൊ തുണി വിരിച്ചു വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 3 തുണിയുണ്ട്, അതിലൊന്ന് നല്ലതാണ്, 2 അത്ര നല്ലതല്ല. എങ്കിൽ ഏറ്റവും നല്ല മുന്തിയ തുണി ഏറ്റവും അടിയിലിരിക്കുക. അതായത് കഫൻ ധരിപ്പിച്ചാൽ ഏറ്റവും മുകളിൽ വരെ അതായിരിക്കും, ഏറ്റവും അടിയിൽ വെക്കുന്നതായിരിക്കും. അതേതുപോലെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഉള്ളിലിടുന്നതിനേക്കാളും കുറച്ച് മികച്ചതായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇടുക. ഉള്ളിലിടുന്നത് ചിലപ്പോൾ നിറമങ്ങിയിട്ടുണ്ടാകാം, അത് പുറത്തേക്ക് ഇടുമ്പോൾ നമ്മൾ നല്ല വൃത്തിയുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇപ്പൊ ഒരു വസ്ത്രമൊന്നും ലഭിക്കുന്നില്ല, 3 തുണി മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ലത് അടിയിലേക്ക് വെക്കുക, അതായത് ഏറ്റവും മുകളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. അല്ലാത്തത് 2 താഴെ വെക്കുക. നമുക്കിപ്പോ സാധാരണ വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് എല്ലാം ഒരേ നിലവാരത്തിലുള്ളത് കിട്ടും. അപ്പൊ അത് കുറച്ച് നീളമുള്ളത് നമ്മൾ പറഞ്ഞത് അതിങ്ങനെ താഴേക്ക് വിരിച്ചു വെക്കുക, അടുത്തത് അതിന്റെ മുകളിലേക്ക് വിരിച്ചു വെക്കുക, അടുത്തത് അതിന്റെ മുകളിലേക്ക് വിരിച്ചു വെക്കുക. അപ്പൊ അങ്ങനെ 3 അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വിരിച്ചു വെച്ചിട്ടുണ്ട്. മയ്യിത്തിനെ ഇവിടെ കുളിപ്പിച്ച് വെച്ച് ഉണക്കി തുടച്ചൊക്കെ കൊടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഔറത്ത് വെളിവാകാത്ത രൂപത്തിൽ വസ്ത്രമുണ്ട്. ഇനി 2-3 ആളുകൾ മയ്യിത്തിനെ താങ്ങി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ഈ കഫൻ ചെയ്യേണ്ടതായ കട്ടിലിലേക്ക് അവിടെ എന്ത് ചെയ്യണം, കിടത്തണം. കഫൻ ചെയ്യേണ്ടതായ കട്ടിലിലേക്ക് മയ്യിത്തിനെ കിടത്തണം. കൊണ്ടുവരുന്ന സമയത്തൊക്കെ മയ്യിത്തിന് ഔറത്തൊക്കെ പൂർണ്ണമായി മറയുന്ന രൂപത്തിലാണ് ഉണ്ടാകേണ്ടത്.
അപ്പൊ അങ്ങനെ മയ്യത്തിനെ എന്ത് ചെയ്യണം? കിടത്തണം. അതായത് അതിന്റെ പുറം താഴെ ആകുന്ന രൂപത്തിൽ തന്നെ, നമുക്കറിയാവുന്ന രൂപത്തിൽ തന്നെയാണ് മയ്യത്തിനെ കിടത്തുക. അങ്ങനെ കിടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഫൻ ധരിപ്പിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുറിവോ മറ്റോ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം? തണുപ്പുള്ള വല്ലതും വെച്ചിട്ട് അത് രക്തം ഉറപ്പിക്കാനൊക്കെ നോക്കണം. ഇനി അതല്ലെങ്കിൽ ആ തിര നിൽക്കുന്നില്ലെങ്കിൽ കോട്ടണോ മറ്റോ എന്ത് ചെയ്ത് വെച്ച് കെട്ടണം. എന്തിനു വേണ്ടിയിട്ടാണ്? രക്തം പിന്നീട് കഫൻ തുണിയിലേക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വല്ല മുറിവോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു കോട്ടൺ വെച്ച് അവിടെ ടൈറ്റായി വെക്കാവുന്നതാണ്. കുറച്ച് കട്ടിയിലുള്ള കോട്ടൺ തന്നെ വെക്കാം, കുറച്ച് കട്ടിയുള്ള കോട്ടൺ വെക്കാം. അതേപോലെ തന്നെ അരഭാഗത്ത്, ഗുഹ്യ ഭാഗങ്ങളിലേക്ക്, ആ ഭാഗത്ത് ഈ പറയുന്ന രൂപത്തിലുള്ള കോട്ടനുകളോ മറ്റോ ഒക്കെ കൊണ്ടൊരു ചെറിയൊരു അരയുടുപ്പ് പോലെ ഉണ്ടാക്കി അവിടെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പൊ അവിടുന്ന് വല്ലതും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. അതും സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന്. ഈ പറയുന്ന വസ്തുക്കളിലൊക്കെ, ഈ കോട്ടണിലും മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ സുഗന്ധം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ സുജൂദിന്റെ ഭാഗങ്ങളിലൊക്കെ സുഗന്ധം പുരട്ടി കൊടുക്കാം. അവിടെ കോട്ടൺ വെക്കേണ്ട ആവശ്യമില്ല. അഥവാ രണ്ട് കൈകൾക്ക്, നെറ്റി, മൂക്ക്, അതേപോലെ കാൽമുട്ട്, കൈ, അങ്ങനെ സുജൂദിന്റെ 7 അവയവങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? നമുക്ക് സുഗന്ധം വെക്കുക. ഇതൊക്കെ 4 മദ്ഹബിലും ഏക അഭിപ്രായമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ ശരീരമാസകലം സുഗന്ധം പൂശി കൊടുക്കാം എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇഹ്റാമിലായി മരണപ്പെട്ട ഒരു വ്യക്തിയുടെ വിഷയത്തിൽ വലാ തുഹന്നിതുഹു, അവനെ സുഗന്ധം പുരട്ടരുത് എന്നാണ്. ഇഹ്റാമിലുള്ളവൻ പുരട്ടരുത് എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ ഇല്ലാത്തവൻ പൂർണ്ണമായി സുഗന്ധം പുരട്ടാം എന്നാണ് അതിൽ നേരെ എതിര് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇഹ്റാമിലുള്ള ആൾക്ക് പുരട്ടരുത് എന്ന് പറഞ്ഞാൽ ഇഹ്റാമില്ലാത്ത ആളുകൾക്ക് അത് പുരട്ടി കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അങ്ങനെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ, നെറ്റിയിലും കൈകളിലും മറ്റ് നല്ല സുഗന്ധം പുരട്ടി കൊടുക്കുക. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കോട്ടണോ പരുത്തിയോ ഒക്കെ വെക്കേണ്ട സ്ഥലമുണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ കോട്ടൺ ഒന്നാകെ മൂക്കിലും വായിലും ഒക്കെ വെക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യും. മൂക്കിൽ വെക്കുക, വായിൽ വെക്കുക, ചെവിയിൽ വെക്കുക, അതിന്റെ ആവശ്യമില്ല. അല്ല മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ വെച്ചു കൊടുക്കാം. അതേപോലെ അരയെടുപ്പ് ആ ഗുഹ്യ ഭാഗത്ത് ആവശ്യമുണ്ടെങ്കിൽ അവിടെയും വെച്ചു കൊടുക്കാം എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കഫൻ തുണിയുടെ മുകളിലാണ് കിടത്തിയിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ തുണി മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഇപ്പൊ താൽക്കാലികമായി വെച്ചിട്ടുള്ള തുണിയുണ്ട്, അത് നീക്കിക്കളയാം. ഒന്നാമത്തെ തുണി വെക്കുമ്പോൾ വലതു ഭാഗത്തു നിന്നും എന്ത് ചെയ്യുക? ഇടതു ഭാഗത്തേക്ക് ഇങ്ങനെയാണ് തുണി ഉള്ളതെങ്കിൽ വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തേക്ക് നമ്മൾ അതിനെ മറക്കുക. അങ്ങനെ ഇടതു ഭാഗത്തു നിന്നും വലതു ഭാഗത്തേക്ക് മറക്കുക. കുറച്ച് വലിയ തുണി തന്നെ ആയിരിക്കും, വീതിയൊക്കെ ഉണ്ടാകും. നല്ല വൃത്തിയിൽ നമ്മൾ ടൈറ്റ് ആയിട്ട് തന്നെ. അപ്പൊ വെക്കുന്ന സമയത്ത് അവിടെ കൈകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 കാലുകളോടൊപ്പം തന്നെ, അതോടെ ഭാഗത്തേക്കായിട്ട് കാലുകളോടൊപ്പം ചേർത്തിയിട്ട് തന്നെയാണ് കൈകളൊക്കെ വെക്കുന്നത്. അങ്ങനെ ടൈറ്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക? വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തുനിന്ന് വലതു ഭാഗത്തേക്കും ഒക്കെ എന്ത് ചെയ്യുന്നത്. ഇത് ഒന്നാമത്തെ പ്രാവശ്യം ചെയ്താൽ അതേപോലെ തന്നെ രണ്ടാമത്തെ തുണിയും അങ്ങനെ തന്നെ ചെയ്യുക. മൂന്നാമത്തെ തുണിയും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഈ 3 എണ്ണം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളെ കഫൻ പുടവ അത് പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്തു? മറച്ചു കഴിഞ്ഞു. പിന്നീട് അതിനൊരു കെട്ടിടണം. കാരണം അതല്ലെങ്കിൽ നമ്മളെ തുണി എന്ത് ചെയ്യും? അഴിഞ്ഞു പോകും. നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അഴിഞ്ഞു പോകും. ആ ഒരു കാര്യത്തിന് മാത്രമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അവിടെ ഒരു കെട്ടിടുക എന്നുള്ളത്. അപ്പൊ കെട്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉള്ള തുണിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് തന്നെ, അതല്ലെങ്കിൽ മറ്റൊരു തുണി, വൃത്തിയുള്ള മറ്റൊരു തുണിയുടെ ഭാഗത്ത് തന്നെ 3 നൂലുകൾ, 3 വേണമെന്നോ അല്ലെങ്കിൽ 2 വേണമെന്നോ അങ്ങനെ പ്രത്യേകം എണ്ണം ഹദീസിനൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത് ലൈസ ഫീ ദാലിക ഹദ്ദുൻ, പ്രത്യേകം എത്ര കെട്ടിടണം എന്നുള്ളത് കണക്കൊന്നും വന്നിട്ടില്ല. ലാകിന്ന സലാസ തക്ഫി ഫീ അലാഹു വസ്ഫലഹു വസതഹു, 3 എണ്ണം മതിയായതാണ്. ഒന്ന് മുകളിൽ, ഒന്ന് താഴെ, ഒന്ന് മധ്യഭാഗത്ത്. അങ്ങനെ 3 ഭാഗത്തായിട്ട് കെട്ടിടുക. ഇനി വൈനിഫാദിസ്നേനി ഫലാബാസ്, അദ്ദേഹം പറയുന്നത് 2 എണ്ണം കൊണ്ട് ഒരാൾക്ക് മതിയെങ്കിൽ മതി. മെലിഞ്ഞ ഒരാളാണ്, 2 എണ്ണം ഇട്ടപ്പോ തന്നെ നല്ല വൃത്തിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് മതി. അൽ മുഹിം അബ്ദുൽ കഫ്നി ഹത്താ ലാ യന്തശിർ, പ്രാധാന്യം ഉദ്ദേശിക്കുന്നത് എന്താണ്? വൃത്തിയിൽ അത് തുണി അവിടെ കിടക്കുക, അതിങ്ങനെ പുറത്തേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആ നിലക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പൂർണ്ണമായ 3 കെട്ടിടുക. ഈ കെട്ട് അത് കവറിലേക്ക് വെക്കുന്നത് വരെ മാത്രമേ ആവശ്യമുള്ളൂ. കവറിലേക്ക് വെക്കുന്ന വേളയിൽ ഈ കെട്ട് അഴിച്ചു മാറ്റും. കവറിലേക്ക് വെക്കുന്ന വേളയിൽ ഈ കെട്ട് അഴിച്ചു മാറ്റും. അപ്പൊ കബറിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന അഥവാ ഹംല് കൊണ്ടുപോകുന്ന സമയത്ത്, അഥവാ അതുപോലെ മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി വെക്കുന്ന സമയത്തൊക്കെ ഇത് ശരീരം പുറത്തേക്ക് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കെട്ടാണ്. അത് നല്ല വൃത്തിയിൽ തന്നെ വയറുഭാഗത്ത് ഒരു കെട്ടും, തലഭാഗത്ത് തല എടുത്തു കഴിഞ്ഞാൽ മുഖം ഉൾപ്പെടെയാണ് നമ്മൾ മറക്കുന്നത്. മുഖം ഉൾപ്പെടെയാണ് കിട്ടുന്നത്. അതിന്റെ തലഭാഗത്ത് ഒരു കെട്ട് കൊടുക്കുക, കാൽഭാഗത്ത് ഒരു കെട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തുണി ഒരല്പം
നീളമുള്ളത് മാറ്റി വെക്കുന്നത്, ഏറ്റവും അടിയിലുള്ള അത് മുകളിലേക്ക് വരുന്ന തുണി ഒന്ന് വലിപ്പം നീളം കൂടുതലുള്ളതാണെന്ന് പറഞ്ഞത്. അപ്പൊ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും മറ്റുമൊക്കെ നമുക്ക് അവിടെ പിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരല്പം നീളമുള്ളത് പറയുന്നത്. അതായത് നമുക്ക് അതൊന്ന് ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇറക്കി വെക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പിടുത്തം കിട്ടും. അതേപോലെ തന്നെ ചിലർ പറഞ്ഞു തല മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് അവിടെ തലഭാഗത്തുള്ള തുണി കുറച്ച് നീളം കൂട്ടുകയാണെങ്കിൽ നല്ലതാണ്. കാരണം തല 1-2 പ്രാവശ്യം നമുക്ക് മനസ്സിലാവേണ്ട ആവശ്യമുണ്ട്. ഒന്ന് നിസ്കരിക്കുന്ന സമയത്ത് തലഭാഗത്ത് നിന്നിട്ടാണ്, പുരുഷന്റെ ആണെങ്കിൽ തലഭാഗത്ത് നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. തല എവിടെയാണെന്ന് മനസ്സിലായാൽ ബാക്കി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഖബറിലേക്ക് കിടക്കുന്ന സമയത്ത് കാല് ഭാഗത്തിലൂടെയാണ് ഖബറിലേക്ക് ഇറക്കുന്നത്. ആദ്യം കാലാണ് ഖബറിലേക്ക് പോകുന്നത്. അപ്പൊ തല നമുക്ക് മനസ്സിലാക്കിയാൽ കാലും മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് തലഭാഗം കുറച്ച് പ്രത്യേകം മനസ്സിലാവുന്ന രൂപത്തിൽ കുറച്ച് നീളം കൂടുതൽ തുണി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതായത് പ്രത്യേകിച്ച് അത് സുന്നത്ത് ആ നിലക്ക് ഉദ്ദേശിച്ചിട്ടല്ല, നമുക്കൊരു കാര്യങ്ങൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്ന രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് അതിനെ തുണി കൊണ്ട് മറച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഫൻ ചെയ്യുക എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞു. അത്രയും എളുപ്പമുള്ള കാര്യമാണ്. നമ്മളതിന് ആവശ്യമുള്ള കാര്യം എന്താണ്, നമുക്ക് ഒരു കഫൻ തുണി വാങ്ങി 3ആയി മുറിച്ചെടുക്കണം, അല്ലെങ്കിൽ 3ആയിട്ട് തന്നെ കിട്ടുന്ന കഫൻ തുണി വേണം. അത് മേശയിൽ വിരിച്ചു വെക്കണം. അതേപോലെ ഇതിന് കെട്ടാനുള്ള 3 ചരട് പോലത്തെ അല്ലെങ്കിൽ തുണി കൊണ്ട് തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. ഈ കഫൻ പുടവ നമുക്ക് സുഗന്ധം പൂശണം. അത് ഈ പറഞ്ഞതുപോലെ സുഗന്ധം നമുക്ക് എന്തെങ്കിലുമൊക്കെ പനിനീരൊക്കെ പോലുള്ള തളിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അത്തറ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ നേരത്തെ പുകയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുമൊക്കെ സാധ്യമായാൾക്ക് ചെയ്യാം. ഒരാൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, അയാൾ ഈ പുകയ്ക്കാനൊന്നുമില്ല, കുഴപ്പമുള്ള കാര്യമല്ല. അയാൾ അത്തറോ മറ്റോ ഒക്കെ വെച്ച് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ അതൊക്കെ വെച്ച് അതിനെ മുകളിൽ വെച്ച് ഈ പറയുന്ന രൂപത്തിൽ അത് പൂർണ്ണമായി മറയുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാനുള്ളത്. കാര്യം എളുപ്പമുള്ള കാര്യമാണ്, വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. നമുക്കതൊരു പ്രയാസം പോലെ തോന്നുന്ന നമ്മൾ തീരെ ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യം നമുക്ക് എളുപ്പമായി തോന്നും, ചെയ്യാത്ത കാര്യം നമുക്ക് ചിലപ്പോൾ പ്രയാസമായി തോന്നും എന്നുള്ളതേ അതിലുള്ളൂ. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ കഫൻ ചെയ്യുക എന്ന് പറയുന്ന കാര്യം ചെയ്തു. ഇവിടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 3 തുണികളാണെങ്കിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്കും അങ്ങനെ തന്നെ മതിയായതാണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ചില ഹദീസിൽ സ്ഥിരപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 5 തുണിയിലാണ് അവളെ കഫൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് 5 തുണികൾ? അവൾക്കുള്ളത് ഒരു നിസ്കാര കുപ്പായം പോലത്തെ ഒരു കുപ്പായം ഉണ്ടാകും. അതേപോലെ ഒരു തുണി, അടിവസ്ത്രം പോലെ ഒരു തുണി അവിടെ ഉടുപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഒരു തുണി കൊണ്ട് അടിവസ്ത്രം പോലെ ഉപയോഗിച്ചു കൊടുക്കാൻ പറ്റും. അതേപോലെ ഒരു മുഖമക്കന, അതിന് പുറമെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള 2 തുണി. 5 തുണികൾ അവർക്കായി. ഇനി അങ്ങനെയല്ല 3 തുണി കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മതിയാക്കിയിട്ടുണ്ടെങ്കിൽ അതേ ഒരാൾ ചെയ്തിട്ടുള്ളൂ എങ്കിലും അത് മതിയായതാണ്, തെറ്റില്ല. എന്നാൽ ഇങ്ങനെ 5 തുണിയിൽ ചെയ്യുന്നതാണ് സുന്നത്ത് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാവുന്നതാണ്. ഒരു മുഖമക്കന ഉപയോഗിക്കാം, അതേപോലെ ഒരു അരയുടുപ്പ് പോലെ, അതേപോലെ തന്നെ ഒരു നിസ്കാര കുപ്പായം പോലെയുള്ള ഒരു തുണിയും, അതിനുശേഷം ഈ 2 തുണിയും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 5 തുണിയിലായിട്ടാണ് അവളെ കഫൻ ചെയ്യേണ്ടത് എന്നാണ്, ആ മയ്യത്തിനെ കഫൻ ചെയ്യേണ്ടത്. അങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ ചെയ്യേണ്ടതൊക്കെ സ്ത്രീകളും പുരുഷന്മാർ ചെയ്യേണ്ടതൊക്കെ പുരുഷന്മാരുമാകാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ മഹറമായ ആളുകൾക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് അത് പരസ്പരം ചെയ്യാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാം. കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഏത് നേരം മുതൽ നമുക്ക് നിസ്കരിക്കാം. കഫൻ ചെയ്യാൻ മയ്യത്തിനെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യണം കുളിപ്പിക്കുക, കഫൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിസ്കരിക്കാം. അത് വീട്ടിൽ നിന്നും നിസ്കരിക്കാം, മസ്ജിദിൽ നിസ്കരിക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ഇത് കുളിപ്പിച്ച് നന്നായി കഫൻ ചെയ്ത് കഴിഞ്ഞാൽ നിസ്കാരം ആരംഭിക്കാവുന്നതാണ്. അത് ജമാഅത്തായിട്ട് നിസ്കരിക്കാം, ഒറ്റക്ക് നിസ്കരിക്കാം, രണ്ടും അനുവദനീയമാണ്. അത് ജമാഅത്തായിട്ട് നിസ്കരിക്കാം, ഒറ്റക്ക് നിസ്കരിക്കാം, രണ്ടും അനുവദനീയമായ കാര്യമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അസ്സിഫത്തു സ്വഹീഹ ലിസ്സലാത്തുൽ ജനാസ. സലാത്തുൽ ജനാസക്ക് വേണ്ടി ശരിയായ രൂപം ഏതാണ് എന്നാണ്. ഒന്നാമത് നമുക്ക് നിയ്യത്ത് വേണം. നമ്മൾ ഏതൊരു പ്രവർത്തനവും നമ്മൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്തുള്ളത് പോലെ തന്നെ ഇന്നമല്ല എന്നാൽ നിയ്യ, നമ്മൾ എന്താണ് നിസ്കരിക്കുന്നത് എന്നുള്ള നിയ്യത്ത് നമ്മൾ ചൊല്ലി പറയാനൊന്നുമല്ല, നമ്മൾ മനസ്സിൽ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. രണ്ടാമത് അവിടെ പുരുഷന്റെ മയ്യത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ തലഭാഗത്താണ് ഇമാം നിൽക്കുക. സ്ത്രീകളുടെ മയ്യത്താണെങ്കിൽ മധ്യഭാഗത്താണ് ഇമാം നിൽക്കുക. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം,
അന്നഹു സല്ല അലാ ജനാസത്തിൻ വഖഫ ഇൻദ റഅസ് റജുലി വവസതി അൽമർഅ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു പുരുഷന്റെ മയ്യിത്ത് നിസ്കരിച്ചപ്പോൾ തലഭാഗത്തും ഒരു സ്ത്രീയുടെ മയ്യിത്ത് നിസ്കരിച്ചപ്പോൾ മധ്യഭാഗത്തും നിന്നു. ഫസുഇല ഹകദാ കാന യഫഅൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു നഅം, അതെ. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അദ്ദേഹം ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സുന്നത്താണ്. തലഭാഗത്താണ് പുരുഷന്മാരുടേത്, മധ്യഭാഗത്താണ് സ്ത്രീകളുടേത് എന്നുള്ളത് മനസ്സിലാക്കി. നിയ്യത്ത് വേണം, ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇനി അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുണ്ടെങ്കിൽ നിന്നിട്ട് തന്നെ മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കണം. ഏതൊരു നിസ്കാരവും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നിന്നുകൊണ്ട് നിസ്കരിക്കണം എന്നാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കഴിവില്ലാത്ത ആൾക്ക് ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. കാലിന് പ്രയാസമുള്ള ആളുകൾക്ക് ഇരുന്നുകൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. ഇനി മയ്യിത്ത് നിസ്കാരത്തിൽ എന്തുണ്ട്? 4 തക്ബീറുകളുണ്ട്. ഏറ്റവും കുറഞ്ഞത് 4 തക്ബീറുകൾ ഉണ്ട്. ഇപ്പോ മയ്യത്തിന്റെ അടുക്കൽ നിന്ന് ഒരാൾ അല്ലാഹു അക്ബർ എന്ന് കൈകൾ ഉയർത്തുക എന്ന സുന്നത്താണ് സ്വഹാബികൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ സ്വഹാബികളുടെ പ്രവർത്തനങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. ഒന്നാമത്തെ തക്ബീറിൽ സൂറത്തുൽ ഫാത്തിഹയാണ് പാരായണം ചെയ്യേണ്ടത്. പതുക്കെയാണ് ചെയ്യേണ്ടത്, ഒച്ചത്തിൽ ചെയ്യേണ്ടതില്ല. അത് പതുക്കെയാണ് ചെയ്തത് എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ അദ്ദേഹം പറയുന്നുണ്ട്, അസ്സുന്നത്തു ഫി സ്വലാത്തി അലൽ ജനാസ അൻ യഖറഅ ഫി തക്ബീറത്തിൽ ഊലാ ബി ഉമ്മിൽ ഖുർആനി മുഖാഫതതൻ. അദ്ദേഹം പറയാണ്, മയ്യിത്ത് നിസ്കാരത്തിൽ സുന്നത്തായിട്ടുള്ളത് ഒന്നാമത്തെ തക്ബീറിന് ശേഷം പതുക്കെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. സുമ്മ യുകബ്ബിറു സലാസ, പിന്നീട് 3 തക്ബീറും ഉണ്ട്. വത്തസ്ലീമു ഇൻദൽ ആഖിറ, അവസാനം ഒരു സലാം വീട്ടലുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. പിന്നീട് രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അപ്പൊ അവിടെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇബ്രാഹിം സ്വലാത്ത് തന്നെ നമ്മൾ ചൊല്ലാൻ ശ്രദ്ധിക്കുക. അതാണ് സ്വലാത്തിന്റെ ഏറ്റവും അഫ്ളലായ രൂപം. നമ്മൾ തശഹുദിൽ ചൊല്ലുന്നത് പോലെ തശഹുദ് കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد എന്ന രൂപമോ അതല്ലെങ്കിൽ അതേപോലെ തന്നെ സമാനമായ പല രൂപങ്ങളും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഇബ്രാഹിം സ്വലാത്തിന്. ആ രൂപത്തിൽ എന്ത് ചെയ്യുക? ഒരാളും ചൊല്ലുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അതും പതുക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം 3ാമത്തെ തക്ബീർ പറയുന്നു, അല്ലാഹു അക്ബർ. അതിനുശേഷം മയ്യത്തിന് വേണ്ടി എന്ത് ചെയ്യലാണ്? അവിടെ ദുആ ചെയ്യുക എന്നുള്ളതാണ് സുന്നത്തായിട്ടുള്ളത്. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. അപ്പൊ ആ ദുആ നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മൾ ആദ്യമേ പഠിച്ചിരിക്കണം. നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആ ദുആ അറിയാത്ത ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു തരും. ഒന്നുകിൽ നിങ്ങളെ വാട്സപ്പിലോ മറ്റുമൊക്കെ ആ ദുആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയച്ചു തരും. അർത്ഥത്തോടുകൂടി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രാർത്ഥനയുടെ പുസ്തകങ്ങളിലൊക്കെ അതുണ്ട്. ഫോണിലും മറ്റുമൊക്കെ സഹിഹായ ദിക്റുകളൊക്കെ പരാമർശിക്കുന്ന കിതാബുകളും മറ്റുമൊക്കെ നമുക്ക് ലഭിക്കും. ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ പഠിക്കണം. അത് പഠിക്കണം. മയ്യിത്ത് നിസ്കാരം മനസ്സിലായിട്ട് ദുആ പഠിച്ചിട്ടില്ലെങ്കിൽ പോയി. കാരണം പണ്ഡിതന്മാർ പറയുന്നത് മയ്യിത്ത് നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ മയ്യിത്ത് സംസ്കാര ചടങ്ങുകളിൽ, അതിന്റെ മൊത്തത്തിലുള്ള ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്കാരം. അതുകൊണ്ട് തന്നെ മയ്യിത്തുമായി ബന്ധപ്പെട്ട കാര്യം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കിതാബു സ്വലാത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ യഥാർത്ഥ നിസ്കാരം മാത്രമല്ല അവിടെ ചെയ്യുന്നത്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നിസ്കാരത്തിന്റെ അധ്യായത്തിൽ കൊണ്ടുവരാൻ കാരണം അവർ പറയുന്നത് മയ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമല് മയ്യിത്ത് നിസ്കാരം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മയ്യത്തിനോട് ദുആയാണ്. ആ ദുആ സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. 40 ആളുകൾ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് ശുപാർശ അവർക്ക് ലഭിക്കാതിരിക്കുകയില്ല എന്നാണ്. 40 ആളുണ്ടെങ്കിൽ അതോ തൗഹീദുള്ള ആളുകൾ എന്ന് തന്നെ പറയുന്നുണ്ട്. ശിർക്ക് ചെയ്യാത്ത ആളുകൾ 40 ആളുകൾ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് മുഖേന അയാൾക്ക് ശഫാഅത്ത് ലഭിക്കും, ശുപാർശ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അവിടെ ഉദ്ദേശിക്കുന്ന ശുപാർശ ദുആയാണ്, സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. അപ്പൊ ഈ ദുആ നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മുദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് ونقه من الخطايا كما ينقى الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه واعذه من عذاب القبر والفتنه وادخله الجنه. ഇതാണ് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിനാ വമയ്യിതിനാ വഗായിബിനാ വശാഹിദിനാ വദക്കരിനാ വഉൻസാനാ. ഈ രൂപത്തിലൊക്കെ പ്രാർത്ഥനകൾ സഹോദരങ്ങളെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുക. അത് പഠിക്കാൻ നമുക്ക് എളുപ്പമൊന്നുമില്ല. നമ്മൾ ഇരുന്ന് പഠിക്കുന്നതാണ്. അത് ഇരുന്ന് നമ്മൾ
നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ആ ദുആ നമ്മൾ വെച്ചിരുന്ന് പഠിക്കുക. കാരണം നമ്മൾ ഇതൊന്നും പഠിക്കാതെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മയ്യിത്ത് നിസ്കാരത്തിന് പോയിട്ട് നമ്മളെപ്പോഴും അവിടെ ഷോർട്ടാക്കിയിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു, ചിലപ്പോൾ അങ്ങനെ ഇമാം പറഞ്ഞുതരും, പറയാത്ത ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അത് മാത്രമായി പോരുന്നു എന്നും നമ്മളത് മാത്രം നമ്മൾ ഇത് വൃത്തിയിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ഉംറക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ ഇത് പഠിക്കാൻ പറയാം. എന്തുകൊണ്ടാണ്? കാരണം ഉംറക്കൊക്കെ പോയാൽ നമുക്കറിയാം അവിടെ മയ്യിത്ത് നിസ്കാരം എല്ലാ വക്തിലും ഉണ്ടാകും. ഒരുവിധപ്പെട്ട എല്ലാ ജമാഅത്ത് നിസ്കാരത്തിന് ശേഷവും മയ്യിത്ത് നിസ്കാരം ഉണ്ടാവാറുണ്ട്. അതും ഒന്നൊന്നുമല്ല, ഒന്നിലധികം മയ്യിത്തുകൾക്ക് വേണ്ടിയാണ് നിസ്കാരം. 9, 10, ചിലപ്പോൾ 5, 6 ഒക്കെ മയ്യത്തിന് ഒരുമിച്ചാണ് നിസ്കാരം. അപ്പൊ 6 മയ്യത്ത് നിസ്കരിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കാൻ പോണ ഒറ്റ നിസ്കാരം. അപ്പൊ ആ നിസ്കാരത്തോട് ചൊല്ലേണ്ട പ്രാർത്ഥന ഇതാണ്. അപ്പൊ നമ്മൾ ഉംറക്ക് പോകുമ്പോൾ ഉംറയായിട്ട് ബന്ധപ്പെട്ടതല്ല മയ്യിത്ത് നിസ്കാരം, പക്ഷെ ഇത് പഠിച്ചാൽ അവിടെ ഈ പറയുന്ന മയ്യിത്ത് നിസ്കാരത്തിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ അത് വലിയ ഹൈറുള്ള കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? അത് പ്രാർത്ഥിക്കുക. അത് മയ്യത്തിന് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിക്കാൻ ഒരാൾ ശ്രദ്ധിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പിന്നീട് 4ാമത്തെ തക്ബീർ ചൊല്ലിയതിനു ശേഷം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവിടെയും മയ്യിത്തിനോട് വല്ല ദുആയും ചെയ്യുകയാണെങ്കിൽ തരക്കേടില്ല. ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 4ാമത്തെ തക്ബീറിന് ശേഷം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്പം കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നൊരു ഭാഗത്ത് തന്നെ ചൊല്ലിയാൽ അത് മതിയായതാണ്. ഒരു ഭാഗത്ത് തന്നെ ചൊല്ലിയാൽ മതിയായതാണ്. അധികം പണ്ഡിതന്മാരും ആ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അതല്ല, 2 ഭാഗത്തേക്കും ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് വിശാലമായ അഭിപ്രായമുള്ള ഒരു മസ്അലയായിട്ടാണ് പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. അതൊരു ബിദ്അത്തായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. 2 ഭാഗത്തേക്കും സലാം കിട്ടാവുന്നതാണ്. ഇപ്പൊ നമ്മൾ മക്കത്തൊക്കെ പോയാൽ അവര് ഒരു ഭാഗത്ത് മാത്രമേ സലാം കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ അത് മാത്രം ചെയ്താൽ മതി. അത് ഈ നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരാണെങ്കിലും ശരി, നമ്മൾ അവിടെ എത്തിയാൽ ഒരു ഭാഗത്തെ അവർ ചെല്ലുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഭാഗത്തേക്ക് ചെല്ലാൻ, ചില ആളുകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ചൊല്ലും. അപ്പൊ അവിടെ ഏറ്റു പറയുന്ന ആള് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇപ്പുറത്തേക്ക്, അതിന്റെ ആവശ്യമില്ല. അത് ആ ഒരൊറ്റ പ്രാവശ്യം തന്നെയാണ് പറയേണ്ടതുള്ളൂ. അത് മതിയായതാണ് എന്നാണ്. അപ്പൊ അതോടുകൂടി നമ്മുടെ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞു. ഇവിടെ മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മയ്യിത്ത് നിസ്കാരം പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ടതുപോലെ തന്നെ സ്ത്രീകൾക്കും അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ നിന്ന് സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ചില ആളുകൾ സ്ത്രീകളെ മയ്യിത്ത് നിസ്കരിക്കാൻ അനുവദിക്കുകയില്ല. അതെന്തോ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെടാത്തൊരു കാര്യം പോലെ സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടിയിട്ടുള്ള മയ്യിത്ത് നിസ്കാരത്തിൽ നിന്ന് പോലും സ്ത്രീകളെ തടയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. സ്ത്രീകൾ നിസ്കരിക്കാൻ പറ്റില്ല, അത് ശരിയല്ല. സ്ത്രീകൾക്ക് നിസ്കരിക്കാം. അതിപ്പോ മസ്ജിദിൽ വെച്ചിട്ടാണെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സാധാരണ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചാൽ മതി. ഈ പറയുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ മസ്ജിദ് സ്ത്രീകൾക്ക് സൗകര്യം തന്നെ ഇല്ല. അതുകൊണ്ട് അവർക്കത് അങ്ങനെ ലഭിക്കുകയില്ല. മസ്ജിദിലാണ് നിസ്കരിക്കുന്നത്, അവർക്ക് അങ്ങനെ ലഭിക്കുകയില്ല. പിന്നെ ഉള്ളത് മസ്ജിദ് വീട്ടിൽ നിന്നാണ്. അത് അനുവദിക്കാത്ത ചില ആൾക്കാരുണ്ടാവും. വീട്ടിൽ നിന്ന് സ്ത്രീകളെ നിസ്കരിക്കാൻ അനുവദിക്കാത്ത ആളുകൾ. അത് ശരിയല്ല. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവസാനമായി അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദുആയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം. കാരണം സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് സുന്നത്തില്ല. ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. അതുകൊണ്ട് അവൾക്ക് മയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ ഒരു സമയമായിരിക്കും മയ്യിത്ത് നിസ്കാരം. അപ്പൊ അത് അനുവദിച്ചു കൊടുക്കുക. അത് സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് ത്വഹാറത്ത് നിർബന്ധമാണ്. ത്വഹാറത്ത് ഇല്ലാത്ത ആളുകൾക്ക് മയ്യിത്ത് നിസ്കാരവും പാടില്ല. മറ്റു നിസ്കാരം പോലെ തന്നെ ത്വഹാറത്തും അങ്ങനെയുള്ള എല്ലാ നിബന്ധനകളും മയ്യിത്ത് നിസ്കാരത്തിനുണ്ട്. ശുദ്ധി വേണം. ശുദ്ധിയുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? മയ്യിത്ത് നിസ്കാരം നിർവഹിക്കാം. ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നിർവഹിക്കാം, ജമാഅത്തായി നിർവഹിക്കാം, അത് വിവിധ ജമാഅത്തായി നിർവഹിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം അത് ഒരുപാട് ജമാഅത്താണ്. കാരണം ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു ജമാഅത്ത് കഴിയുന്നു, അടുത്ത ജമാഅത്ത്, ഒരു ജമാഅത്ത്, അങ്ങനെ നിസ്കരിക്കാം. ആ നിസ്കരിക്കുന്ന സമയത്ത് 3 സഫാക്കി നിസ്കരിക്കുന്നതിൽ സുന്നത്തുണ്ട്. 3 സഫാക്കി നിസ്കരിക്കുന്ന ആൾ കുറവാണെങ്കിലും ശരി, 3 സഫാക്കി നിർത്തുന്നതിൽ സുന്നത്തുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇനി ഒരാൾ എത്താൻ നേരം വൈകി അവിടെ എത്തുമ്പോഴേക്കും 2 തക്ബീർ പോയി, 2 തക്ബീർ കിട്ടിയിട്ടുള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഉടനെ തന്നെ മയ്യത്ത് എടുക്കുന്നതിന് മുമ്പേ തന്നെ വേഗം അവൻ എന്ത് ചെയ്യണം? ആ ബാക്കി 2 തക്ബീറുകൾ കൂടി പൂർത്തിയാക്കി മയ്യിത്ത് നിസ്കാരം പൂർത്തിയാക്കി. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മയ്യത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് മയ്യിത്ത് നിസ്കാരം ഇല്ല. അതുകൊണ്ട് അവൻ 3ാമത്തെ തക്ബീർ പ്രാർത്ഥന ഷോർട്ടാക്കിയാൽ മതി. വേഗം ഒന്ന് കുറച്ച് പറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു അക്ബർ അസ്സലാമു അലൈക്കും വേഗം പൂർത്തിയാക്കിയാൽ മതി. കാരണം മയ്യത്ത് എടുക്കുന്നത് വരെയാണ് മയ്യിത്ത് നിസ്കാരം. മയ്യത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ മയ്യിത്ത് നിസ്കാരം ഇല്ല. മയ്യത്ത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആളുകൾ പള്ളിയിലേക്ക് ഓടി എത്തുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് പിന്നെ അവിടെ മയ്യിത്ത് നിസ്കാരം അവിടെ ഇല്ല. അല്ലെങ്കിൽ വേറെ വകുപ്പുണ്ട്, അവർക്ക് അവിടെ ഇല്ല. കാരണം മയ്യത്ത് അവിടെ മുന്നിലുമാണ്. അപ്പോഴാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒരു തക്ബീർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സലാം കിട്ടുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യാം? സലാം കിട്ടാതെ വേഗം വീണ്ടും അല്ലാഹു അക്ബർ പറയാ. ഒരു തക്ബീറാണ് നഷ്ടപ്പെട്ടത്, 1 അല്ലെങ്കിൽ 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3. അത് പൂർത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? സലാം കിട്ടുക. ഇനി അതല്ല, അവിടെ സലാം കിട്ടിയതിന് ശേഷം ഒരു സംഘം ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുവദിച്ചു കൊടുക്കുക.
അല്ല, അത്രയും ആൾക്കാർ ചിലപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന് വന്നതാണ്. അപ്പോൾ വേഗം മയ്യത്തിനെ എടുക്കാതെ അവരും കൂടി ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തു. അങ്ങനെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞു. മയ്യത്തിനെ ഖബറടക്കാൻ കൊണ്ടുപോയി. അപ്പോഴാണ് പിന്നെയും കുറച്ച് ആൾക്കാർ വരുന്നത്. അങ്ങനെ സ്വാഭാവികം ഉണ്ടാവാം, കുറച്ച് ചില ആൾ വൈകിയത്. അപ്പൊ എന്താ ചെയ്യുക? അപ്പം ചെയ്യാനുള്ളത് മയ്യത്ത് മറമാടിയതിനു ശേഷം ഖബറിങ്കൽ വെച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഖബറിങ്കൽ വെച്ചുകൊണ്ട് മയ്യത്ത് എവിടെയാണോ മറമാടിയത് അവിടെ നമ്മൾ നിൽക്കുക. എന്നിട്ട് എവിടേക്കാണ് തിരിയേണ്ടത്? ഖിബിലയിലേക്ക് തന്നെ. എല്ലാ നിസ്കാരവും പോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിനും ഖിബിലയിലേക്ക് തിരിയൽ നിബന്ധനയാണ്. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? മയ്യത്ത് നിസ്കരിക്കുക. ഇത് പണ്ഡിതന്മാർ പറയുന്നത് 1 മാസം വരെയുള്ള കാലയളവിൽ ഇത് ചെയ്യാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. 1 മാസം വരെയൊക്കെയുള്ള സംഭവത്തിലൊക്കെ അങ്ങ് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് മസ്ജിദിലേക്ക് വന്നപ്പോൾ സ്ഥിരമായി അവിടെ മസ്ജിദ് വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ കാണുന്നില്ല. സ്വഹാബിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ സ്ത്രീ ഇന്നലെ മരണപ്പെട്ടു, താങ്കൾ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തന്നെ എന്ത് ചെയ്തു, എന്റെ പരിപാടിയൊക്കെ ചെയ്ത് നിസ്കരിച്ച് മറമാടിയിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചുകൂടായിരുന്നു, അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഖബറിന്റെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അത് അനുവദനീയമാണ്. എന്നാൽ ഒരുപാട് ദീർഘകാലത്തേക്കുള്ളതിന് അനുവദനീയമല്ല എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടില്ല, മയ്യത്ത് നിസ്കരിച്ചതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ മക്കയിലൊക്കെ ഒരുപാട് മുമ്പേ മരണപ്പെട്ടു പോയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അവർക്ക് വേണ്ടി പോയി ദുആ ചെയ്തിട്ടുണ്ട്. ഖബറിന്റെ അടുക്കൽ പോയി ദുആ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഖബർ സിയാറത്തും അതേപോലെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം, 1 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് മയ്യത്ത് നിസ്കാരം ഖബറിൽ ഇല്ല. അപ്പോൾ ഇന്ന് ദുആ ചെയ്യാം എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ മയ്യത്ത് നിസ്കാരം സഹോദരങ്ങളെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാം, മസ്ജിദിൽ വെച്ച് നിസ്കരിക്കാം. അതേപോലെ അങ്ങനെ നിസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ വന്നിട്ടും നിസ്കരിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീടുള്ളത് മറമാടുക എന്നുള്ളതാണ്. അസ്സിഫത്തു സഹീഹ ലിദഫ്നിൽ മയ്യിത്ത്, മയ്യത്ത് മറമാടുന്നതിന്റെ ശരിയായ രൂപം എന്നാണ് ഇതിന്റെ തലക്കെട്ടായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മയ്യത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കേണ്ടത് പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദ് ഫീ കിതാബില്ലാഹ്. ഉലുൽ അർഹാം, കുടുംബ ബന്ധമുള്ള ആളുകളാണ് ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ളതെന്ന് അല്ലാഹുവിന്റെ കിതാബിലുണ്ട്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറയുന്ന ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത് ആരൊക്കെയാണ്? 4 പേരാണ്. അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഫദ്ൽ റളിയല്ലാഹു അൻഹു, സാലിഹ് റളിയല്ലാഹു അൻഹു. ഈ പറയുന്ന 4 ആളുകളാണ് ചെയ്തിട്ടുള്ളത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനാണ്. അലി റളിയല്ലാഹു അൻഹു പിതൃവ്യ പുത്രനാണ്. ഫദ്ലും മറ്റൊരു പിതൃവ്യ പുത്രനാണ്. സാലിഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അടിമയായിരുന്നു. ഈ 4 പേരാണ് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്. ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുകയും അതേപോലെ തന്നെ മറമാടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഏറ്റവും അടുത്ത ആളുകൾ തന്നെ അതിനുവേണ്ടി ചെയ്യാൻ തയ്യാറാവുക. ഏറ്റവും അടുത്ത ആളുകൾ തന്നെ കുളിപ്പിക്കുന്നിടത്തും, അത് കഴിവുള്ളവരുണ്ടെങ്കിൽ കുളിപ്പിക്കുന്നിടത്തും അതിനുശേഷം മറമാടാനും ഒക്കെ അവരാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് ഇനി മറമാടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏറ്റവും അടുത്ത ആളുകൾ അത് ചെയ്യുക. ഇനി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഖബറിലേക്ക് വെക്കേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ ഖബർ വെട്ടാനുള്ള ആളുകളൊക്കെ ഏർപ്പാടാക്കി ഖബറൊക്കെ വെട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ടാകണം. അത് ശ്രദ്ധിക്കുക. ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ചില സുന്നത്തുകളുണ്ട്, ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇറക്കി വെക്കുമ്പോൾ ചില കാര്യം ശ്രദ്ധിക്കാറുണ്ട്. പറയുന്നത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ബിസ്മില്ലാഹ് ഔ അലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രൂപത്തിൽ, ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് പറയാം. എന്നിട്ട് ബിസ്മില്ലാഹ് വഅലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോ അള്ളാഹുവിന്റെ നാമത്തിൽ, റസൂലുള്ളാഹിന്റെ മില്ലത്തിൽ, ആ മതത്തിലായിക്കൊണ്ട്, ആ ചര്യയിലായിക്കൊണ്ടാണ് ഞാനിതാ ഖബറിലേക്ക് വെക്കുന്നത് എന്നാണ്. 4 മദ്ഹബിലും ഏകാഭിപ്രായമുള്ള കാര്യമാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഹദീസിൽ ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദ്ഖലൽ മയ്യിതൽ ഖബ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്തിനെ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഖാൽ ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇനി മയ്യിത്തിനെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് കാൽഭാഗമാണ് ആദ്യം താഴേക്ക് ഇറക്കേണ്ടത് എന്ന്. തലഭാഗം മുകളിൽ നമ്മൾ പിടിച്ചിട്ട് കാൽഭാഗമാണ് ആദ്യം ഇറക്കേണ്ടത്. ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മുൻഗാമികളിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബൂ ദാവൂദ്, അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും.
ഔസ അൽ ഹാരിസു അൻ യുസല്ലി അലൈഹി അബ്ദുല്ലാഹ് ഇബ്നു യസീദ്. അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു തനിക്ക് വേണ്ടി നിസ്കരിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഫസല്ല അലൈഹി, അപ്പോൾ അദ്ദേഹം തന്നെയാണ് നിസ്കരിച്ചത്. ثم أدخله القبر من قبل رجلي القبر, പിന്നീട് അദ്ദേഹത്തെ ഖബറിലേക്ക് പ്രവേശിപ്പിച്ചത് കാലിന്റെ ഭാഗത്തിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു വഖാല ഹാദാ മിനസ് സുന്ന, ഇത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കാൽഭാഗത്തിലൂടെയാണ് ഇറക്കി വെക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി. അത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. ഇനി സ്ത്രീകളുടെ വിഷയം, സ്ത്രീകളുടേത് മറമാടുന്ന സമയത്ത് മറ്റൊരു സുന്നത്ത് കൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏറ്റവും അടുത്ത ആളുകളാണ് അതിനു വേണ്ടിയിട്ടൊക്കെ തയ്യാറായി നിൽക്കേണ്ടത്. മയ്യത്തിനെ പിടിക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഏറ്റവും അടുത്ത ആളുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ മറമാടുന്ന സമയത്ത് സ്വഹാബികളൊക്കെ എന്ത് ചെയ്തിരുന്നു, അവിടെ ഒരു മറം വേറെ സ്വീകരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. എത്രത്തോളം അവർ സ്ത്രീകളുടെ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അവർ ഒരു മറ വേറെ സ്വീകരിച്ചിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ കുറച്ച് ദൂരെയാണ് നിന്നിരുന്നത്. എന്തിനാണ് ആ മറ എന്ന് പറയുന്നത്? എന്താ എങ്ങനെയെങ്കിലുമൊക്കെ വസ്ത്രം അത് ഊരിപ്പോവുകയോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കാണാൻ സാധിക്കും. ചില പുരുഷന്മാരുടെ ഖബറിന് ഇങ്ങനെ തുണി വിരിച്ചപ്പോൾ അത് കണ്ട ആളുകൾ പറഞ്ഞു, അത് അബ്ദുല്ലാഹി അനസ് റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇർഫഉ അസ്സൗബ്, വസ്ത്രം മാറ്റിക്കളയുക, ഇന്നമാ യുഹമ്മറു ഖബറൻ നിസാ, സ്ത്രീകളുടെ ഖബറിനാണ് അങ്ങനെ മറ വെക്കാറുള്ളത് എന്നൊക്കെ സ്വഹാബികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് ചെയ്യാൻ സുന്നത്താണ്, നിർബന്ധമുള്ള കാര്യമല്ല. ഇനി ഖബർ, അത് രണ്ട് രൂപത്തിൽ ഖബർ കുഴിക്കാറുണ്ട്. ഖബർ ഒറ്റ കുഴിയല്ല, നമുക്കറിയാം. ഖബറിന് ഒരു കുഴി പിന്നീട് ഒരു കുഴിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുഴിയുടെ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ വീണ്ടും താഴേക്ക് കുഴിക്കുന്ന രീതിക്കാണ് ഷക്ക് എന്ന് പറയുന്നത്. പിളർത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഷക്ക് എന്ന് പൊതുവെ പറയുന്നത്. ഒരു കുഴി കുഴിച്ചിട്ട് വീണ്ടും അതിലേക്ക് ഇറക്കിയിട്ട് ഒരു കുഴി വെക്കാറ്. അപ്പൊ അതിലാണ് മയ്യത്തിനെ വെക്കുന്നത്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ലഹദ് എന്ന് പറയുന്ന രീതിയാണ്. അതൊരു കുഴി കുഴിച്ചിട്ട് പിന്നീട് ചെരിച്ചിട്ടാണ്. ലഹദ് എന്ന് പറയുന്ന വാക്കിനർത്ഥം ഒരു ചെരിവ് എന്നാണ് ആ വാക്കിനർത്ഥം. ഒരു കുഴി കുഴിച്ചിട്ട് പിന്നീട് കിബിലന്റെ ഭാഗത്തേക്ക് കടത്താൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ ഒരു കുഴി വെട്ടാറുണ്ട്. ഇത് പൊതുവെ നമുക്ക് സൗദി അറേബ്യയിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആ രൂപം ലഹദിന്റെ രൂപം കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഷക്കാണ് ഉള്ളത്. ഇത് രണ്ടും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ലഹദായിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞത് കാണാം. അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞത് കാണാൻ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള രീതി സ്വീകരിക്കാം. അത് പൊതുവെ അത് വന്യമൃഗങ്ങളോ മറ്റോ ഒന്നും ഈ മയ്യത്തിനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ്. അതോ മറിച്ചിട്ട് ഒന്നുകൂടി താഴേക്ക് ഇറക്കി വെക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഖബറിലേക്ക് കടത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഖബറിലേക്ക് കടത്തുന്ന സമയത്ത് മുഖം അത് കിബിലയിലേക്ക് തിരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഖബറിലേക്ക് കടത്തുക. മുഖം കിബിലയിലേക്ക് തിരിക്കുക. ഇപ്പോൾ ഇങ്ങോട്ടാണ് കിബില എങ്കിൽ ഈ രൂപത്തിലായിരിക്കും കിടക്കുക. മുഖം ഇങ്ങോട്ടേക്കാണ്, തല ഈ ഭാഗത്തേക്കും കാല് ഈ ഭാഗത്തേക്കുമായിട്ട് കിബിലയിലേക്ക് മുഖം തിരിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാകുക. ഇപ്പൊ ലോകത്ത് എവിടെയുള്ള ഒരു മയ്യത്താണെങ്കിലും അത് കിബിലയിലേക്കായിരിക്കും. മനുഷ്യൻ നിസ്കരിക്കുമ്പോഴും അതിനുശേഷം ഖബറിൽ കിടക്കുമ്പോഴും മുഴുവൻ മനുഷ്യൻ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ കിബിലയിലേക്കായിരിക്കും എന്ത് ചെയ്യുക, മയ്യത്തിനെ കിടത്തുക. അതാണ് അതിന്റെ രീതി. അപ്പൊ അങ്ങനെ ചെയ്തതായിട്ടൊക്കെ നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് അത് അതിന്റെ ആദരവോടുകൂടി തന്നെ പെട്ടെന്ന് എടുത്തെറിയാതെ നല്ല വൃത്തിയിൽ തന്നെ ഇറക്കി വെക്കാനൊക്കെ ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മൾ നേരത്തെ 3 കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കെട്ട് ഇപ്പോൾ അത് അയച്ചു വെക്കാവുന്നതാണ്. അങ്ങനെ അയച്ചു വെക്കേണ്ടതുണ്ട് എന്നാലും മദ്ഹബിലും അഭിപ്രായമുള്ള കാര്യമാണ്. അപ്പൊ ആ കെട്ട് നമ്മൾ അയച്ചു വെക്കും, എന്നിട്ടാണ് അവിടെ വെക്കുന്നത്. ഈ സമയത്തൊക്കെ പല ബിദ്അത്തുകളും ആളുകൾ ചെയ്യാറുണ്ട്. ആ കവിളിന്റെ ഭാഗത്ത് ഒരു മണ്ണ് ഉരുട്ടി വെക്കുക, അതൊന്നും അങ്ങനെ സുന്നത്ത് സ്ഥിരപ്പെട്ട കാര്യമില്ല. അങ്ങനൊന്നും സുന്നത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. കവിളിന്റെ ഭാഗത്തൊരു കളിമണ്ണ് ഉണ്ടയാക്കി അവിടെ വെച്ചു കൊടുക്കുക, ഇതൊന്നും നമുക്കൊരു കിതാബില് ഒരു ഹദീസിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടതില്ല. ഇനി നമ്മൾ ഖബറിൽ ഇറക്കി വെച്ചാൽ, ഇപ്പൊ ഷക്കിന്റെ രീതിയിലാണെങ്കിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെയാണ് ഇറക്കി വെക്കുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്ലാബുകൾ ചിലർക്ക് ഉപയോഗിക്കാറുണ്ട്, ചിലർക്ക് മരത്തടികൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അത് മണ്ണ് നേർക്കുനേരെ മയ്യത്തിന്റെ മുകളിലേക്ക് വരാത്ത രൂപത്തിലേക്കാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് മണ്ണ് വീണാൽ കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ നേർക്കുനേരെ അങ്ങനെ വരാത്ത രൂപത്തിലാണ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയാണ് ലഹദിന്റെ രൂപത്തിൽ ചെയ്യുന്നത്. ലഹദ് എന്ന് പറഞ്ഞാൽ ഒന്ന് കുഴിച്ചിട്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് വെട്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വെട്ടിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കിബിലയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു വെട്ട് വെക്കും. അപ്പൊ ആ വെട്ടില് മുഖം അങ്ങോട്ട് കിബിലയിലേക്ക് തിരിയുന്ന രൂപത്തിൽ ഇങ്ങനെ കടത്തും. അങ്ങനെ കടത്തി കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗം എന്ത് ചെയ്യും, ഇഷ്ടികൾ കൊണ്ടോ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുള്ള ഇഷ്ടിക പോലത്തെ കാര്യങ്ങൾ കൊണ്ട് ഈ ഭാഗം ഇങ്ങനെ തേച്ച് അത് പൂർത്തിയാക്കും. പിന്നീട് ബാക്കി അങ്ങനെ മണ്ണിടുകയാണ് ചെയ്യുക. ബാക്കി മണ്ണിട്ട് അത് പൂർത്തിയാക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഒരുപാട് താഴേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒഴിച്ചിട്ട് പിന്നീട് എടുത്ത് വെക്കണം. കുറെ കുഴിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് പൊതുവെ ലഹദ് ഉപയോഗിക്കാറുള്ളത്. കുഴിയും മറ്റൊക്കെ ഉള്ളിടത്ത്
ഒരുപാട് താഴേക്ക് ഒഴിക്കാൻ കഴിയില്ല, കുറച്ച് കുഴിച്ചിട്ട് പിന്നെ ഇങ്ങനെയാണ് കുഴിക്കുക. നമ്മൾ നാട്ടിൽ നിന്ന് താഴേക്ക് കുഴിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ കുഴിച്ച് അങ്ങനെ ഒരു സ്ലാബോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കല്ലുകളോ ഒക്കെ വെച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യും, പുല്ലുകളും മറ്റുമൊക്കെ ഇടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇദ്ദിഖർ എന്ന് പറയുന്ന അല്പം സുഗന്ധമൊക്കെ ഉള്ള ഒരു പുല്ലുണ്ട്, ഇദ്ദിഖർ എന്ന് പറയുന്ന ഒരു പുല്ല്. അപ്പൊ അതിട്ടിരുന്നു. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും പുല്ലുകളും മറ്റുമൊക്കെ. ഇതിപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ്, വന്യമൃഗങ്ങളും മറ്റുമൊക്കെ അതിലേക്ക് വരാതിരിക്കാനാണ്, അതിൽ കുഴിച്ചെടുക്കാനും മറ്റുമൊക്കെ ശ്രമിക്കാതിരിക്കാനാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അങ്ങനെ പൂർണ്ണമായി അത് സ്ലാബോ അല്ലെങ്കിൽ ആ രൂപത്തിൽ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മണ്ണിട്ട് തുടങ്ങാവുന്നതാണ്. അപ്പൊ മണ്ണിടുന്ന സമയത്ത് എല്ലാവർക്കും ഈ ഒരു അമലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ അവരുടെ 2 കൈകൾ കൊണ്ട് 3 പ്രാവശ്യം ഇങ്ങനെ തലഭാഗത്തേക്ക് മണ്ണിടുക എന്ന് പറയുന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. 4 മദ്ഹബിലും ഏകാഭിപ്രായമുള്ള ഒരു കാര്യമാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല അലൽ ജനാസ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കരിച്ചു. സുമ്മ അതാ ഖബറൽ മയ്യിത്ത്, പിന്നീട് മയ്യിത്തിന്റെ അടുത്തേക്ക് എത്തി, ഖബറിന്റെ അടുക്കലേക്ക് എത്തി. ഫഹസാ അലൈഹി മിൻ ഖിബലി റഅസിഹി സലാസ, പിന്നീട് തലഭാഗത്ത് നിന്ന് 3 പ്രാവശ്യം അവിടുന്ന് മണ്ണ് കോരിയിട്ടു എന്നുള്ളത് മുഹമ്മദ് ബിൻ വാജിയും തബറാനിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ അങ്ങനെ ഇടാം, അത് സുന്നത്തിൽപ്പെട്ട കാര്യം തന്നെയാണ്. അതിനകത്ത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഈ സമയത്ത് ചില ആൾക്കാർ ചില ബിദഅത്തുകൾ ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അതായത് ഒന്നാമത്തെ മണ്ണിടുമ്പോൾ മിൻഹാ ഖലഖനാകും, രണ്ടാമത്തെ മണ്ണിടുമ്പോൾ വഫീഹാ നുഈദുകും, മൂന്നാമത്തെ മണ്ണിടുമ്പോൾ വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഇത് ഖുർആനിലെ ഒരു ആയത്താണ്, നല്ല അർത്ഥവത്തായ ആയത്താണ്. അതിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചിട്ടുള്ളത്, അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കും, പിന്നീട് ഇതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യാഥാർത്ഥ്യമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ അർത്ഥം നല്ലതാണ്, ആശയം സന്ദർഭോചിതമാണ് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കാരണം മണ്ണിൽ നിന്നാണ് മനുഷ്യൻ, ആ മണ്ണിലേക്ക് ഇപ്പോൾ വെക്കുകയാണ്, ഈ മണ്ണിൽ നിന്ന് പുറത്തു വരാനുമുണ്ട്, എന്നേക്കും മണ്ണിൽ കിടക്കുകയില്ല. ഇതൊക്കെയാണ് ഈ ആയത്തുള്ളത്. പക്ഷേ അങ്ങനെ ഒരു 3 പ്രാവശ്യം ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അത് ബിദ്അത്തായി തീരും. നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാൻ പാടില്ല. മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് നല്ലതല്ല, കുഴപ്പമില്ലല്ലോ, ഇപ്പൊ എന്താ തെറ്റിന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ആൾക്കാർ തെറ്റി എന്നൊക്കെ പറഞ്ഞാല് ആ കള്ളുകുടി, വ്യഭിചാരം, മോഷണം, ആളുകളെ ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് തെറ്റ്. ബിദ്അത്തുകൾ ഒരു തെറ്റായിട്ട് ആളുകൾ കാണുന്നേ ഇല്ല. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുക, അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്നതിന് തന്നെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് ബിദ്അത്താണ്, അത് തെറ്റാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുറത്തുൻ, ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു എന്റെ കൽപ്പന അതിലില്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല, കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. മറിച്ച് ബിദ്അത്തുകാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നാളെ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്നും അവരെ അകറ്റുകയും ചെയ്യും. ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ട ആളുകളാണ് ബിദ്അത്തിന്റെ ആളുകൾ. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഖബർ എന്ത് ചെയ്യണം, അത് മറമാടുന്ന സമയത്ത് നമ്മൾ എത്രയാണോ കുഴിച്ചെടുത്തത് അതേ മണ്ണ് കൊണ്ട് തന്നെ നമ്മളത് പൂർണ്ണമായി എന്ത് ചെയ്താൽ മതി, മറമാടിയാൽ മതി. വേറെ മണ്ണ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇമാം ഷാഫി റഹിമഹുള്ളാഹൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ അധികം ഉയർത്താൻ പാടില്ല. അത് ഭൂമിയിൽ നിന്നും ഒരു ചാണ് മാത്രമേ ഉയർത്തേണ്ടതുള്ളൂ. അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ ഒരു ഖബറുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ തലഭാഗത്ത് ഒരു കല്ലോ മറ്റോ വെക്കാവുന്നതാണ്. അതവിടെ ഖബറുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ മഅ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെ ഒരു കല്ലെടുത്തു കൊണ്ടുവന്ന് അവിടെ വെച്ചതൊക്കെ കാണാൻ സാധിക്കും. വലിയ ഭാരമുള്ള കല്ലായിരുന്നു, പലർക്കും അത് സാധിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കല്ലെടുത്ത് കൊണ്ടുവരികയും എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, അവിടെ തലഭാഗത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു അതഅല്ലമു ബിഹാ ഖബറ അഖി വഅദ്ഫിനു ഇലൈഹി മൻ മാത മിൻ അഹ്ലി, അത് എന്റെ സഹോദരന്റെ ഖബറാണ് എന്നെനിക്ക് മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ വല്ല കുടുംബക്കാരെയും മറമാടിന് അടുത്ത് തന്നെ മറമാടണമെങ്കിൽ മറമാടാനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനാണ്. നമ്മൾ പേരൊന്നും എഴുതി വെക്കേണ്ടതില്ല. ഇന്നാളെ പേര്, അഡ്രസ് ഇതൊന്നും എഴുതി വെക്കേണ്ടതില്ല, വീട്ടുപേര് ഇതൊന്നും എഴുതി വെക്കേണ്ടതില്ല. അത് പണ്ഡിതന്മാരെ എതിർത്തിട്ടുള്ള കാര്യമാണ്. മറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കല്ല് വെച്ച് നമുക്കത് ഏകദേശം വെച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അത് ചെയ്യാവുന്നതാണ്. അതേപോലെ അവിടെ മരം നടുക, ചെടി നടുക, ഇത് പാടില്ലാത്ത കാര്യമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഖബറിന്റെ അടുക്കൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാണ് ചെയ്തത്, അത് സ്ഥിരമായി ചെയ്തിട്ടുണ്ടോ, പഠിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖബറിനും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നത് സുന്നത്താണ്, നമുക്ക് എല്ലാ ഖബറും ചെയ്യാമെന്ന് പറയായിരുന്നു. പിന്നീട് ചെയ്യുമ്പോൾ തന്നെ അവിടുന്ന് ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണങ്ങൾ പറഞ്ഞത്? ഈ 2 ഖബറിലുള്ള ആളുകൾക്ക് ഖബർ ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ഈ വ്യക്തി ഖബർ ശിക്ഷ ലഭിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ വഹി ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് എല്ലാ ഖബറും ചെയ്യാതെ ഇരുന്നത്. വഹി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ രണ്ടാളുകളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വലുതായി കാണുന്ന ചില കാര്യങ്ങൾക്കൊന്നും അല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. അതിലൊന്നാമത്തെ ആളുകൾ മലമൂത്ര വിസർജനം നടത്തിയാൽ വൃത്തിയാക്കലില്ല, അത് ശ്രദ്ധിക്കാത്ത ഒരാളാണ്. രണ്ടാമത്തെ ആള് നമീമത്ത് പറയുന്ന ആളാണ്, ആളുകളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ അത് ഖബർ ശിക്ഷ കിട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഇളവ് കിട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ച ഒരു വടി കുത്തി അത് ഉണങ്ങുവോളം അവർക്ക് ഖബർ ശിക്ഷയിൽ ഇളവുണ്ടാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് അവിടത്തേക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. ഇത് മറ്റു സഹാബികൾക്ക് ചെയ്തിട്ടില്ല. ഇത് സ്ഥിരമായിട്ടുള്ള സുന്നത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സഹാബികൾക്കൊക്കെ അപ്പുറത്തുള്ള ബാക്കി ഖബറില്ലേ അവരിലൊന്നും ചെയ്തിട്ട് ഒരൊറ്റ ഖബർ മാത്രമാണ് ചെയ്യുക. അതേപോലെ ഇത് കണ്ട സ്വഹാബികളില്ല, അവര് ശേഷമുള്ള ഖബറിനൊക്കെ ഇങ്ങനെ മരക്കൊമ്പ് നട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് സഹോദരങ്ങൾ, അത് ബിദഅത്താണ്. ചില സമയത്ത് ബിദഅത്തിന്റെ ആളുകൾ ചില തെളിവുകളൊക്കെ കൊണ്ടുവരും, പക്ഷെ ആ തെളിവ് അസ്ഥാനത്തായിരിക്കും. മുൻഗാമികൾ അങ്ങനെ തെളിവിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അങ്ങനെ മറമാടി കഴിഞ്ഞാൽ സഹോദരങ്ങളെ പിന്നെ അവിടെ ഒരു കാര്യമുള്ളത്, ആ മയ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യാം. മയ്യത്തിനെ ഖബറിലെ ചോദ്യങ്ങൾക്ക് സ്ഥൈര്യം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്ത് വഖഫ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് മറമാടി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. എന്നിട്ട് ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക. ഏതൊരു വാചകം വെച്ചിട്ട് നമുക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതൊരു വാചകം, അതായത് ഇസ്തിഗ്ഫാർ തേടുന്ന ഏതൊരു വാചകം വെച്ച് അല്ലാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വസലൂ ലഹു ബിത്തസ്ബീത്, ചോദ്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സ്ഥൈര്യം കിട്ടാൻ നിങ്ങൾ ചോദിക്കുക. അതാണ് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് ചോദിക്കുക. തെറ്റായിട്ടുള്ള കാര്യം അങ്ങനെ ചോദിക്കാം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വഅൽഹിംഹുൽ ജവാബ്, അല്ലാഹു ഉത്തരം ലഭിക്കണമേ, അല്ലാഹു ഉത്തരം പറഞ്ഞു കൊടുക്കണമേ. വജാഫിൽ ഖബ്ർ അൻ ജംബൈഹി, ഖബറിന്റെ പാർശ്വഭാഗങ്ങൾ അവനെ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്അ, എല്ലാവിധ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നിർഭയത്വം നൽകണം. ഇത് നല്ല ദുആകളാണ്. ആ ദുആകൾ ഒരാൾക്ക് ചെല്ലുന്നതിൽ തെറ്റില്ല. ഇത് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലഫ്ളുകളല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലഫ്ളിൽ വെച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് ഇസ്തിഗ്ഫാർ തേടാൻ പറഞ്ഞിട്ടുണ്ട്, തസ്ബീത്തിന് പറഞ്ഞിട്ട് തേടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷെ ഇവിടെ പൊതുവിൽ ബഹുഭൂരിപക്ഷത്തിനും കണ്ടുവരുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടമായി ചെല്ലുന്ന ഒരു തെറ്റ് നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റു ബിദ്അത്തുകളിൽ പലപ്പോഴും ഏർപ്പെടാത്ത മുവഹിദീങ്ങളിൽ ഇത് കാണുന്നുണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, ഇതെല്ലാവരും ഏറ്റു ചൊല്ലുക. അങ്ങനെ ചെയ്യേണ്ടതില്ല. അങ്ങനെ ആരാണ് കൂട്ടമായിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത്? അങ്ങനെയാണ് നിസ്കാര ശേഷം കൂട്ടമായിട്ട് ദുആ ചെയ്തുകൂടെ? ഓരോരുത്തരും ദുആ ചെയ്യുന്നതിന് പകരം ഒരാൾ ചൊല്ലിക്കൊടുക്കുക, എല്ലാവരും ആമീൻ പറയുക, അല്ലെങ്കിൽ എല്ലാവരും ഏറ്റു പറയാൻ, അതിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തരും ദുആ ചെയ്യും. ഓരോരുത്തരും ദുആ ചെയ്യണം. അത് പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞാൽ അതേ ന്യായം തന്നെ നിസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന കൊണ്ട് പഠിപ്പിക്കാനാണ് എന്നുള്ളത്. അപ്പൊ അത് ശരിയല്ല. പക്ഷെ നമ്മൾ പഠിക്കുക. ഓരോരുത്തരും അതേ ലഫ്ള് തന്നെ അതേ ഓർഡറിൽ തന്നെ ചൊല്ലണമെന്നൊന്നുമില്ല. ആദ്യം അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വൽഹിം, അങ്ങനെയൊന്നുമില്ല. ഏതാണോ നമുക്ക് ഓർമ്മ വരുന്നത് ചൊല്ലാം. അല്ലാഹുമ്മ സബ്ബിത്ഹു, അല്ലാഹുമ്മ സബ്ബിത്ഹു, അല്ലാഹുമ്മ സബ്ബിത്ഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. ഇത് രണ്ടും അറിയില്ല. ഇത് മാത്രം പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാറും സബാത്തുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തസ്ബീത്തുമാണ് ചോദിച്ചിട്ടുള്ളത്, ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് ചോദിക്കുക. അതൊരല്പനേരം അവിടെ നിന്ന് ദുആ ചെയ്തുകൊണ്ട് പിരിയും. ഒരുപാട് നേരം അവിടെ കിടന്ന് മയ്യിത്തിനെ പിടിച്ച് അവിടെ കിടക്കുക എന്നുള്ളത് ശരിയല്ല. ഒരല്പനേരം അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് മടങ്ങുക. അല്പനേരം ദുആ ചെയ്തിട്ട് മടങ്ങുക. അതോടുകൂടി മയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ മയ്യത്ത് മറമാടി അതിനുശേഷം ദുആ ചെയ്തു, അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആ മയ്യത്തുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല എന്നല്ല ചില ആളുകൾ അങ്ങനെ തൗഹീദുള്ള ആളുകളെ പ്രചരിപ്പിക്കും. എനിക്കൊന്നുമില്ല, ഇവരിങ്ങനെ എന്താ പറയാ മൃഗങ്ങളൊക്കെ കുഴിച്ചിടുന്നത് പോലെ അങ്ങനെ കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞു. അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം. നമ്മുടെ നിസ്കാരത്തിൽ, നമ്മുടെ സുജൂദുകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ മയ്യത്തിന് നമ്മൾ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അവർ ദുആ ചെയ്യണം. ഇനി അവർക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യാം, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അവർക്ക് വേണ്ടി അവർക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ള നിയത്തിൽ സ്വതക്കകൾ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ അവർ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ളവരാണെങ്കിൽ നിർബന്ധ ബാധ്യതയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ അതിനുശേഷം സുന്നത്തായിട്ടുള്ളത് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാം. അതേപോലെ അവർക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ള നിലക്ക് സ്വതക്കയുടെ ബാബ് വിശാലമാണ്. അവർക്ക് വേണ്ടി മസ്ജിദിലേക്ക് ഒരു സ്ഥലം വഖഫ് ചെയ്തു കൊടുക്കാവുന്നതാണ്. അവർക്ക് വേണ്ടി കുറച്ച് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ എന്തേ ചെയ്യരുത് എന്ന് പറയുന്നത്
അത് സ്ഥിരപ്പെടാത്ത ചില കാര്യമാണ്. ഖബറിൽ പോയി യാസീൻ ഓതുക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. യാസീനുമായി ബന്ധപ്പെട്ടത് ഒരു ഹദീസ് ഉണ്ട്, ലഖീനു മൗതാക്കും സൂറത്ത് യാസീൻ. നിങ്ങളുടെ മരണപ്പെട്ട ആളുകൾക്ക് സൂറത്തു യാസീൻ. അത് മരണപ്പെട്ടേ എന്നല്ലതല്ല, അങ്ങനെയാണ് ആളുകൾ വിശദീകരിക്കുന്നത്. മറിച്ച് മൗതാക്കും എന്ന് പറയുന്നത് എന്താണ്? മരണാസന്നമായ ആൾക്ക് എന്നാണ്. കാരണം ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹദീസ് വേറെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് മരണാസന്നമായ ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണം. എന്നാൽ ഈ ഹദീസ് മരണാസന്നമായ ആൾക്ക് സൂറത്തു യാസീൻ ഓതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടിട്ട് പോലുമില്ല. സ്ഥിരപ്പെട്ടാൽ തന്നെ മരിക്കുന്നതിന് മുമ്പാണ്. അവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് സൂറത്തു യാസീനിൽ എന്ത് ചെയ്യുന്നത്, മരണവുമായി ബന്ധപ്പെട്ട മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് റൂഹ് പുറത്തേക്ക് പോകുമ്പോൾ എളുപ്പമുണ്ടാകും. അത് ഏത് ഖുർആന്റെ വാചകങ്ങളാണ് ഓതി കൊടുക്കാനാണ്. നേരത്തെ മയ്യത്തിനെ മരണാസന്നമായ ഒരാളെ കാണുമ്പോൾ അയാൾക്ക് നല്ല നല്ല ഖുർആനിലെ ആയത്തുകളൊക്കെ അറിയുന്ന ആളാണെങ്കിൽ അത് ഓതി കൊടുക്കാവുന്നതാണ്. സൂറത്ത് യാസീൻ പ്രത്യേകമാക്കേണ്ടതില്ല, കാരണം ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടാൽ തന്നെയും അത് മരിക്കുന്നതിന് മുമ്പേ കിട്ടുകയുള്ളൂ. മരിച്ചതിന് ശേഷം സൂറത്ത് യാസീൻ അവിടെ മരണ വീട്ടിൽ ഓതുക, ഖബറിൽ പോയി ഓതുക, പിന്നെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ജുമാസ്കാര ശേഷം പോവുക, പെരുന്നാൾ ശേഷം പോവുക, അങ്ങനെ പ്രത്യേകമായ റമദാനിൽ 17 പോവുക, 27 പോവുക, ഇതൊക്കെ ബിദ്അത്തുകളാണ്. സഹോദരൻ, അതുകൊണ്ട് പ്രതിഫലം ലഭിക്കുകയില്ല. ചെയ്യുന്ന ആളുകൾ കുറ്റാണ് ലഭിക്കുക, നല്ലതല്ലേ എന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം അത് ഖൈറായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോകണമായിരുന്നു. റമദാനിലെ 17, 27 പെരുന്നാളിന് ശേഷം. പെരുന്നാളിന്റെ ആദാബുകൾ എവിടെയാണ്, ഏത് കിതാബിലാണുള്ളത്? പെരുന്നാളിന്റെ ആദാബിന് മയ്യത്തിനെ സന്ദർശിക്കണം, നമുക്ക് എപ്പോഴും സന്ദർശിക്കാം. പക്ഷെ അങ്ങനെ പ്രത്യേകമായി ഒരു സമയം നിശ്ചയിക്കാൻ ബിദ്അത്താണ്. അല്ലെങ്കിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ പോയി ഖബറിൽ പോയി നിസ്കരിക്കണം, എവിടെയാണ് സ്ഥിരപ്പെട്ടത്? സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ അത് പ്രത്യേകം സഹോദരങ്ങളെ അങ്ങനെ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ചെയ്യാം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവർക്കൊണ്ട് ദുആ ചെയ്യാം, ഇസ്തിഗ്ഫാർ ചെയ്യാം, സദഖകൾ ചെയ്യാം, ഹജ്ജ് ചെയ്യാം. അവിടെ കടമുണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടുക, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിലും ഖബറിൽ സന്ദർശിക്കാം. അങ്ങനെ ഖബർ സന്ദർശനം 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. 2, നമ്മളും ഈ ഖബറിൽ കിടക്കേണ്ടവരാണ്. അങ്ങനെ ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തയുണ്ടാകാം. അങ്ങനെ അവിടെ ഖബറിൽ പോയി കഴിഞ്ഞാൽ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കും ആഫിയ. ആ ഖബറിലുള്ള ആളുകൾക്ക്, അഹ്ലുൽ ദിയാർ, ആ ഭവനത്തിലുള്ള ആളുകൾക്ക് സലാം, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം അവർക്കുണ്ടാകട്ടെ എന്നാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങളും ഇതാ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം വന്നു ചേരാനുള്ളവരാണ്. ഇനി ഞങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആഫിയത്ത് നമ്മൾ ചോദിക്കുകയാണ് എന്നാണ് അവിടെയുള്ള ദുആ. ഇത് പൊതുവായിട്ടുള്ള ഖബർ സന്ദർശനം നടത്തുമ്പോഴുള്ള ദുആയാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമായി അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, നമ്മൾ ഖബറിനെ കുറിച്ച് ചിന്തിക്കാം, അങ്ങനെ തിരിച്ചു വരാം. അതല്ലാതെ അവിടെ ഖുർആൻ പാരായണം ചെയ്യുക, യാസീൻ ഓതുക, ഇതിന് സഹോദരങ്ങളെ സ്ഥിരപ്പെട്ടിട്ടില്ല. അതിന് സ്ഥിരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അങ്ങനെ ഖുർആൻ ഓതിയതായി സ്ഥിരപ്പെട്ട യാതൊരു രേഖയുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.